നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. യുദ്ധം നീളുന്നു. രാജ്യം പാചകവാതക ക്ഷാമത്തിലേക്കു. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിക്കാനുള്ള സൂചനകളില്ല. കടൽപാതകളിൽ ആശങ്ക ഉയരുന്നു. ഊർജ വിപണി കുലുങ്ങുന്നു. ഇന്ത്യയിൽ പാചകവാതക വിതരണത്തെക്കുറിച്ചുള്ള ആശങ്കയും ഉയരുന്ന സാഹചര്യത്തിലാണ് പുതിയ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് കോവിഡ് പ്രതിസന്ധിയെ പോലെ തന്നെ ഈ വെല്ലുവിളിയും ഇന്ത്യ മറികടക്കും എന്നാണ്. വിതരണ ശൃംഖല ശക്തമാണെന്നും രാജ്യം തയ്യാറാണെന്നും കേന്ദ്രം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. എന്നാൽ പ്രതിപക്ഷം ശക്തമായ വിമർശനവുമായി രംഗത്തുണ്ട്. അമേരിക്കയ്ക്ക് മുന്നിൽ ഇന്ത്യ കീഴടങ്ങിയ നയതന്ത്രത്തിന്റെ ഫലമാണ് ഇന്നത്തെ സാഹചര്യമെന്നാണ് ആരോപണം. പാശ്ചാത്യ നയങ്ങളെ പിന്തുടർന്നുകൊണ്ട് ഗൾഫ് മേഖലയിലെ ബന്ധങ്ങൾ ദുർബലമായതായും അവർ പറയുന്നു. അപ്പോൾ വലിയ ചോദ്യം ഇതാണ്: യുദ്ധത്തിന്റെ ആഘാതം ഇന്ത്യയുടെ അടുക്കളകളിലേക്ക് എത്തുമോ? പാചകവാതക ക്ഷാമം യാഥാർത്ഥ്യമാണോ? അല്ലെങ്കിൽ കോവിഡിനെ പോലെ ഈ പ്രതിസന്ധിയും രാജ്യം മറികടക്കുമോ? ഇന്നത്തെ ചർച്ച ഇതാണ്. യുദ്ധം 2 ആഴ്ച പിന്നിടുമ്പോൾ ഇന്ത്യയിൽ ആദ്യ പ്രത്യാഘാതം ഉണ്ടാകുന്നത് ഇന്ധന മേഖലയിൽ തന്നെയാണ്. അതും പാചകവാതകത്തിൽ. പാചകവാതക ക്ഷാമം കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിൽ പല ഹോട്ടലുകളും പൂട്ടേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ കേന്ദ്രത്തിന്റെ നയം. അതോടുകൂടി വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടുകൂടിയാണ് ഹോട്ടലുകൾ പൂട്ടേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ രാജ്യത്ത് പാചകവാതക ക്ഷാമം ഇല്ല എന്നാണ് കേന്ദ്രം ആവർത്തിച്ചു പറയുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ LPGയുമായി 2 ടാങ്കറുകൾ കടന്നു വരുന്നു എന്നുള്ള കാര്യവും ഇന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. തിങ്കളും ചൊവ്വയുമായിട്ട് ഈ കപ്പലുകൾ രാജ്യത്തെത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതേസമയം ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പാചകവാതക ക്ഷാമം രൂക്ഷമാണ് രാജ്യത്ത്, അത് കേന്ദ്രം മറച്ചുവെക്കുകയാണ് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആരോപണം. യുദ്ധമാകട്ടെ തീരുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. പാചകവാതകത്തിന് പിന്നാലെ എണ്ണ പ്രതിസന്ധിയും ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം കൂടി ഉയരുകയാണ്. പെട്രോൾ ഡീസൽ ക്ഷാമം ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക കൂടി ഇപ്പോൾ നിലനിൽക്കുകയാണ്. ശ്രീ സജിമോൻ ആന്റണി അമേരിക്കയിൽ നിന്ന്, ശ്രീ മോഹനൻ പിള്ള, ശ്രീ ഷാബു പ്രസാദ്, ശ്രീ സിബി സത്യൻ എന്നിവരാണ് ചേരുന്നത്. ശ്രീ സിബി, ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തന്നെ ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞു, പ്രതിപക്ഷം ആവശ്യമില്ലാത്ത ഒരാശങ്ക ഉണ്ടാക്കുകയാണ്, പരിഭ്രാന്തി ഉണ്ടാക്കുകയാണ് എന്നാണ്. കോവിഡ് പ്രതിസന്ധി പോലെ ഉണ്ട്, അതിനെ മറികടക്കും രാജ്യം എന്നാണ്. ഏറ്റവും ഒടുവിൽ 2 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് വഴി ഇന്ത്യയിലേക്ക് യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. തടസ്സമില്ല എന്ന് തന്നെ കേന്ദ്ര സർക്കാർ പറയുകയാണ്. ശിവാലിക് വരുന്നുണ്ട്, നന്ദാദേവി വരുന്നുണ്ട്. 2 കപ്പലുകളുടെ പേരും പറഞ്ഞിട്ടുണ്ട്. ഈ 2 കപ്പലുകളും കടന്നു പോകുന്നതിന് ശേഷവും പ്രതിപക്ഷം പറയുന്നത് ഇത് തെറ്റാണ്, അത് അമേരിക്കയിലേക്കുള്ള 2 കപ്പലുകളായിരുന്നു, അത് ഇന്ത്യൻ തുറമുഖത്തേക്കുള്ളവ അല്ല എന്നാണ്. പക്ഷേ എന്തിനാണ് പ്രതിപക്ഷം ഈ രീതിയിൽ പരിഭ്രാന്തി ഉണ്ടാക്കുന്നത് എന്നുള്ള മറുചോദ്യം കേന്ദ്രം ഉന്നയിക്കുന്നുമുണ്ട്. മഞ്ജുഷേ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ മൊത്തമുള്ള ഡൊമസ്റ്റിക് ഈ ഗ്യാസ് ഉപഭോക്താക്കളുടെ എണ്ണം എന്ന് പറയുന്നത് 33.97 കോടിയാണ്. 32.97 കോടി. ഓക്കെ, നമുക്കിവിടെ ശരാശരി ഒരു മാസം 25 ലക്ഷം ടൺ ഗ്യാസ് വേണം ഇന്ത്യയുടെ ഉപഭോഗത്തിനായിട്ട്. 25 ലക്ഷം. നമ്മളിപ്പോ 2 കപ്പലുകൾ കടന്നു വരുന്നത് 80,000 ടണ്ണുമായിട്ടാണ്. ഒരു മാസം ശരാശരി 25 ലക്ഷം ടൺ വേണ്ടുന്നിടത്താണ് ഈ 80,000 ടണ്ണുമായിട്ട് 2 കപ്പലുകൾ വരുന്നത്. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്, നമുക്ക് ഈ ഓയിൽ ആൻഡ് ഗ്യാസ്, ഈ LPGക്ക് ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി ഇന്ത്യക്ക് ഇല്ല. LPGയിൽ ഇപ്പൊ മംഗലാപുരത്തും വിശാഖപട്ടണത്തുമായിട്ട് 2 സ്റ്റോറേജ് ഉണ്ട്. പക്ഷെ ഇതിന്റെ പരമാവധി സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1.4 ലക്ഷം ടണ്ണാണ്. അതായത് അത് കഷ്ടിച്ച് ഒരു 2-3 ദിവസത്തേക്ക് മാത്രമേ ഇന്ത്യയുടെ ഉപഭോഗത്തിനനുസരിച്ച് തികയത്തുള്ളൂ. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു ഏതാണ്ട് 25 ലക്ഷം ടൺ ഒരു മാസം ആവശ്യമുണ്ട്. നമ്മൾ മൊത്തത്തില് ഇവിടെ നമുക്ക് ഏതാണ്ട് 330 ലക്ഷം ടണ്ണാണ് ഒരു വർഷം വേണ്ടുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതാണ്ട് 60% നമ്മൾ ഇറക്കുമതി ചെയ്യുക, 40% നമ്മൾ ലോക്കലി ഉത്പാദിപ്പിക്കുന്നത്. ഇപ്പൊ ഗവൺമെന്റ് ഒരു പുതിയ തീരുമാനം അനുസരിച്ച് ഇവിടുത്തെ കമ്പനികൾ 25% കൂടി അത് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ റഫ്ലി നമ്മുടെ മൊത്തം ഔട്ട്പുട്ടിന് അതൊരു 10% വ്യത്യാസം. അതായത് ഇന്ത്യക്ക് വേണ്ടുന്നതിന്റെ 50% നമുക്ക് പ്രാദേശികമായിട്ട് ഉത്പാദിപ്പിക്കാൻ പറ്റും. ബാക്കിയുള്ള 50% നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോഴും എന്താണ് ഈ ഇറക്കുമതി ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് നിലനിൽക്കാൻ പറ്റുക. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇത് സപ്ലൈ റെഗുലർ അല്ലെങ്കിൽ
അതായത് എല്ലാ ദിവസവും ഇതുപോലെ കപ്പലുകൾ വന്നുകൊണ്ടിരുന്നില്ലെങ്കിലും നമ്മൾ അതിഭീകരമായ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ അല്ല, ഇത് സംശയമൊന്നുമില്ല. എല്ലാ നിലവിൽ നമ്മൾ രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാണ്. ബാധിച്ചിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. അത് മറികടക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു വരുന്ന ഒരു സമയത്താണ് ഈ രീതിയിൽ പ്രതിപക്ഷം ഇതിനെ ഈ രീതിയിൽ കാണുന്നത്. ഞാൻ പറഞ്ഞത് ഈ പവൻ ഖേരയുടെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ കേന്ദ്രത്തിന്റെ ഒരു വിശദീകരണം വന്നല്ലോ ഈ രണ്ട് കപ്പലുകളുടെ കാര്യം. ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യൻ കപ്പലുകളെ തടഞ്ഞിട്ടില്ല, ശിവാലിക്കും നന്ദാദേവിയും കടന്നു വരുന്നുണ്ട് എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതിനു ശേഷം, ഊർജ്ജ സെക്രട്ടറി ഇക്കാര്യം പറഞ്ഞതിന് ശേഷം പവൻ ഖേര ട്വീറ്റ് ചെയ്യുകയാണ്, ഇത് നുണയാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്, ആ രണ്ട് കപ്പലുകളും വരുന്നത് ഇന്ത്യൻ തീരത്തേക്ക് അല്ല എന്ന്. പക്ഷേ ഫാക്ട് ചെക്ക് നടത്തിയപ്പോൾ അങ്ങനെയല്ല, ആ രണ്ട് കപ്പലുകളും ഇന്ത്യൻ തീരം ലക്ഷ്യമാക്കിയാണ് വരുന്നത്. പവൻ ഖേര പറയുന്നത് അമേരിക്കയിലെ ഏതോ ഒരു തീരത്തേക്കാണ് പോകുന്നത് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ എന്തിന് ഈ ഘട്ടത്തിൽ ശ്രമിക്കുന്നു എന്നുള്ള ചോദ്യമാണ്. അല്ല, അങ്ങനെ പവൻ ഖേര പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ട്വീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തികച്ചും തെറ്റാണ്, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ നമ്മളിതിനകത്ത് ഒന്ന് രണ്ട് വളരെ നയപരമായ ഒന്ന് രണ്ട് ഫോൾട്ട് കാണാതിരുന്നുകൂടാ. അതായത് ഇന്റർനാഷണൽ എനർജി ഏജൻസി പലതവണ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് ഇന്ത്യയുടെ ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് LPG സ്റ്റോറേജിനകത്ത് വളരെ കുറച്ച് സ്റ്റോറേജ് മാത്രമേ നമുക്ക് ഉള്ളൂ. നമുക്കത് പോരാ. നമുക്ക് ഈവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലിന്റെ സ്റ്റോറേജ് കുറെ കൂടി ഉണ്ട്. പക്ഷെ അതുപോലെ നമ്മൾ 90 ദിവസം ഉണ്ട് എന്ന് ആണ് അവകാശപ്പെട്ടെങ്കിലും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസമൊക്കെ 25 ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ എന്ന് തെളിഞ്ഞതായിട്ടാണ് പറയുന്നത്. അതായത് ഇത്രയും വലിയൊരു പ്രതിസന്ധി നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നിട്ടും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു സംവിധാനം ഒരുക്കാനോ അല്ലെങ്കിൽ അതിനൊക്കെ ഒരു മുൻകൂട്ടിയുള്ള എന്താ പറയുക നടപടിക്രമങ്ങൾ സ്വീകരിക്കാനോ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. നമ്മളിപ്പോൾ ഒരു രാജ്യം ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ്. ഈ പ്രതിസന്ധിയെ നേരിടുക എന്ന് പറയുന്നത് സർക്കാരിന്റെ എല്ലാം, അതായത് എല്ലാ ഗവൺമെന്റിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഒക്കെ ഒരുമിച്ചുള്ള ആവശ്യം തന്നെയാണ്, ഒരുമിച്ചുള്ള നീക്കമായിരിക്കണം അതിന് പിന്നിൽ. അതിന് ശക്തമായ, ജനങ്ങൾ കഷ്ടപ്പെടാതിരിക്കാൻ ശക്തമായ പിന്തുണ തീർച്ചയായിട്ടും പ്രതിപക്ഷം അടക്കമുള്ള പാർട്ടികൾ കൊടുക്കേണ്ടതാണ്. പക്ഷെ അതേസമയം തന്നെ പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ് ഇക്കാര്യത്തിൽ സർക്കാർ ഏതൊക്കെ നിലകളിൽ പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ സർക്കാർ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞാൽ ഊർജ്ജ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനകത്ത് ഈ പറഞ്ഞതുപോലെ നയപരമായിട്ട് നമ്മുടെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഒബിയസ്ലി ക്രൂഡ് ഓയിലിന്റെ സ്റ്റോറേജ് പോലത്തെ എളുപ്പമല്ല LPGയുടെ സ്റ്റോറേജ് ഉണ്ടാക്കുക. അത് വളരെ ചെലവ് കൂടിയ ഒരു സംഗതി തന്നെയാണ്. പക്ഷെ സ്റ്റിൽ നമ്മളൊരു രാജ്യം, വളർന്നു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ, ഇത്രയും ഇമ്പോർട്ട് ഡിപ്പെൻഡന്റ് ആയ ഒരു രാജ്യം എന്ന നിലയിൽ നമ്മൾ അത്യാവശ്യം ഒരു 20 ദിവസത്തേക്കെങ്കിലും അല്ലെങ്കിൽ ഒരു മാസത്തേക്കെങ്കിലും ഉള്ള സപ്ലൈ കരുതൽ ശേഖരത്തിൽ ഉണ്ടാകേണ്ടത് ഇന്ത്യ പോലെ വളർന്നു വരുന്ന ഒരു രാജ്യത്തിന് വളരെ അത്യാവശ്യമാണ്. പക്ഷെ അത്തരം രംഗങ്ങളിലെല്ലാം നമ്മൾ കുറച്ച് പരാജയപ്പെട്ടിട്ടുണ്ട്. അത് ഗവൺമെന്റിന്റെ ഒരു മിസ്റ്റേക്ക് തന്നെയാണ്, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, ശ്രീ ഷാബു പ്രസാദ്, ക്ഷാമമുണ്ടോ എന്ന് ചോദിച്ചാൽ ക്ഷാമം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് പാചകവാതകത്തിൽ. അതാദ്യം പിടികൂടിയിരിക്കുന്നത് വാണിജ്യ സിലിണ്ടറുകളുടെ കാര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ഹോട്ടലുകളെയാണ് ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത്. മറ്റ് കടകളെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട് ഈ പാചകവാതക ക്ഷാമം. അതില്ല എന്ന് കണ്ണടച്ചിട്ട് കാര്യമില്ല. ഇന്ത്യയിലെ റിഫൈനറികളിൽ പാചകവാതകത്തിൻ്റെ ഉൽപ്പാദനം കൂട്ടിയിട്ടുണ്ട്. പക്ഷേ അത് എത്ര കണ്ട് കൂട്ടുമെന്നുള്ള കാര്യത്തിലും അതിലുമൊക്കെ ആശങ്കയുള്ള ഒരു സാഹചര്യമാണ്. കപ്പലുകൾ വരുന്നുണ്ട് വിദേശത്ത് നിന്ന് പാചകവാതകവുമായിട്ട്. 2 കപ്പലുകളുടെ കാര്യം ഇന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞതോടുകൂടി കുറച്ചുകൂടി ആശ്വാസമായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈ ക്ഷാമമില്ല എന്ന് പറയുവാൻ പറ്റുകയില്ലല്ലോ. അപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്ത നടപടി ഇതിന് പര്യാപ്തമാണോ എന്ന ചോദ്യം, ഒപ്പം ഇന്ത്യയുടെ നയതന്ത്രത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. ഇന്ത്യ ഈ രീതിയിലാണോ പ്രതികരിക്കേണ്ടത് എന്ന്? നോക്കൂ അഭിലാഷേ, ഇവിടെ നമ്മളുടെ ഈ പെട്രോളിയം ഉപഭോഗത്തിന്റെ 85% നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതാണ്. അപ്പോൾ എവിടെ നിന്നാണോ ഇറക്കുമതി ചെയ്യുന്നത് അവിടെ പ്രശ്നമായി നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ പെട്രോളിയം ഏതാണ്ട് നമുക്ക് 90 ദിവസത്തേക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ഉണ്ടാക്കിയത്. കാര്യം നമുക്ക് പണ്ട് ഗൾഫ് യുദ്ധകാലത്തൊക്കെ ഉണ്ടായത് നമുക്ക് ഓർമ്മയുണ്ട്. പെട്രോൾ കിട്ടാനില്ല. 5 ലിറ്ററിൽ കൂടുതലും ബസ്സിന് പോലും കൊടുക്കുന്ന ഡീസൽ, 10 ലിറ്ററിൽ കൂടുതലൊന്നും ബസ്സിന് പോലും ഡീസൽ കൊടുക്കാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. നമുക്ക് ഇന്ന് ആ അവസ്ഥ ഇല്ല. പിന്നെ ഇവിടെ ബിസത്തിനും എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് LPG സ്റ്റോർ ചെയ്യുന്നില്ല, എന്തുകൊണ്ട് LPG സ്റ്റോർ ചെയ്യുന്നില്ല എന്ന്. പെട്രോളിയം സ്റ്റോർ ചെയ്യുന്നത് പോലെ അല്ല LPG സ്റ്റോർ ചെയ്യുന്നത്. ലോകത്തൊരിടത്തും LPG ഹ്യൂജായിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ടൺ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയില്ല. അതിൻ്റെതായ ടെക്നിക്കൽ റീസൺസ് ഉണ്ട്. പെട്രോളിയം എന്ന് പറയുന്ന ക്രൂഡാണത്. ആ ക്രൂഡ് ലിക്വിഡ് ഫോമിൽ നാച്ചുറലായിട്ട് തന്നെ മറ്റേത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണത്. പെട്രോളിയം ഗ്യാസിനെ വലിയ മർദ്ദത്തിൽ ആക്കുമ്പോഴാണ് അത് ലിക്വിഡ് ആകുന്നത്.
അത്ര വലിയ വൻ മർദ്ദത്തിൽ കോടിക്കണക്കിന് ടൺ, ലക്ഷക്കണക്കിന് ടൺ LPG സ്റ്റോർ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഭീകരമായ ബോംബ് പോലെയാണ്. അങ്ങനെ ഇവർക്കൊക്കെ ഇങ്ങനെ കിടന്ന് പറയാമെന്നുള്ളതല്ലാതെ ഇതിന്റെ പുറകിൽ ടെക്നിക്കൽ റീസൺസ് ഉണ്ട്. ലോകത്ത് എല്ലായിടത്തും ഇങ്ങനെയാണ്. LPG വരുന്നത് ആ സപ്ലൈ ചെയിൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് LPGയുടെ സപ്ലൈ ഉള്ളത്. അല്ലാതെ വെറുതെ എടുത്ത് സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി പൂട്ടിവെക്കാൻ പറ്റുന്ന അല്ല ഇത്. അത് ബേസിക് നോളജ് ആണിത്. പിന്നെ മറ്റൊന്ന്, ഇവിടെ നയതന്ത്രമായിട്ട് പരാജയപ്പെട്ടു. വെറുതെയാണോ അവിടുന്ന് ഈ ഹോർമുസ് വഴി കപ്പലുകൾ ഇങ്ങോട്ട് വരുന്നത്? അതേപോലെ തന്നെ LPGയുടെയും പെട്രോളിയത്തിന്റെയും ഓൾട്ടർനേറ്റ് സോഴ്സിൽ കൂടെ നമുക്ക് പെട്രോളിയം വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ ക്ഷാമത്തിന്റെ അല്ലെങ്കിൽ ഇതിന്റെ കാര്യം, ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇപ്പോഴത്തെ ഈ പ്രതിപക്ഷത്തിൽ നിന്നും മറ്റൊന്നും ഈ രാജ്യത്തോടും ജനങ്ങളോടുമുള്ള ഒരു ഉത്തരവാദിത്വം പ്രതീക്ഷിക്കുന്നതേ അബദ്ധമാണ്. ഈ പവൻ ഖേര അദ്ദേഹത്തിന്റെ ട്വീറ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വളരെയധികം പരിഭ്രാന്തി ജനങ്ങൾക്കുണ്ടാക്കിയ ഒരു സംഭവമാണ് പവൻ ഖേരയുടെ ട്വീറ്റ്. അത് പവൻ ഖേര മാപ്പ് പറയേണ്ട ഒരു സാഹചര്യമാണ്. അദ്ദേഹം ആ ട്വീറ്റ് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു മിനിറ്റ്, ഈ അവസരത്തിൽ ജനങ്ങളിൽ പരമാവധി പരിഭ്രാന്തി വരുത്തി ഈ അവസരത്തിനെ മുതലെടുക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് സർക്കാരിന് വിതരണം റെസ്ട്രിക്ട് ചെയ്യേണ്ടി വന്നത്. ഇപ്പോഴത്തെ ഇന്ന് ഞാൻ വായിച്ചതാണത്. ആവറേജ് കേരളത്തിൽ ഒരു ദിവസം വരുന്ന ബുക്കിംഗ് 35-40 ലക്ഷം സിലിണ്ടറാണ്. ഈ കഴിഞ്ഞ കുറച്ച് ഇവന്മാർ ഈ പണി തുടങ്ങിയതിന് ശേഷം ഓരോ ദിവസവും ബുക്കിംഗ് വരുന്നത് 90 ലക്ഷം വരെയാണ്. 85-90 ലക്ഷം വരെ. ആൾക്കാരുടെ പരിഭ്രാന്തി കാരണം ഈ സമയത്ത് ആൾക്കാർ വാങ്ങിക്കൂട്ടും, കരിഞ്ചന്തക്കാർ വേറൊരിടത്ത് വാങ്ങിക്കൂട്ടും, അത് മാർക്കറ്റിൽ മറച്ചു വയ്ക്കാനുള്ള ശ്രമം ഉണ്ടാകും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നതുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് സർക്കാർ അതിൻ്റെ ഒരു റിസ്ട്രിക്ഷൻ ഏർപ്പെടുത്തേണ്ടി വന്നത്. ഇല്ലെങ്കിൽ ഇവിടെ അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. ശരി, ശ്രീ മോഹനപിള്ള, ഇവിടെ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയ്ക്കിടയിൽ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ നയതന്ത്രം ശരിയായില്ല, ഇന്ത്യ ഈ രീതിയിലല്ല പ്രതികരിക്കേണ്ടിയിരുന്നത്, ഇന്ത്യ പൂർണ്ണമായിട്ടും അമേരിക്കൻ ഇസ്രായേൽ പക്ഷത്തേക്ക് ചേർന്നു എന്നുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇറാൻ ഇന്ത്യക്ക് അനുമതി നൽകിയിരിക്കുകയാണ് ഈ കപ്പലുകൾ കടന്നു പോരുന്നതിന് വേണ്ടി. അതെന്ന് കേന്ദ്ര സർക്കാർ എടുത്തു പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ നയതന്ത്രം വിജയിച്ചതിൻ്റെ ഒരു സൂചനയല്ലേ ഇത് കാണുന്നത്? മഞ്ജുഷ്, നമ്മൾ ലാസ്റ്റ് ടൈമിലും ഡിസ്കസ് ചെയ്തത് കാര്യം മോർ ഇൻടു US ഇസ്രയേൽ സൈഡിലോട്ട് ലീൻ ആയി എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ടോട്ടലി ഇറാനെ അവോയ്ഡ് ചെയ്തു ആ ഒരു രീതിയിൽ വന്നിട്ടില്ല. കാര്യം ടോട്ടലി അവോയ്ഡ് ചെയ്യുവാണെങ്കിൽ കൊച്ചിൻ ഹാർബറിലൊന്നും ഒരിക്കലും ഇറാൻ ഷിപ്പൊന്നും അടുക്കത്തില്ലല്ലോ. പക്ഷേ ഔട്ട്സൈഡ് വേൾഡ് ഒരു പ്രൊജക്ഷൻ ഉണ്ടായി, ഇന്ത്യ ഈസ് വിത്ത് ഇസ്രയേൽ അല്ലെങ്കിൽ ഇസ്രയേൽ US ഗ്രൂപ്പിങ്ങിന്റെ കൂടാണ് ഇന്ത്യ എന്നൊരു ഇമേജ് റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള കാരണം, ഒരു റോങ് ടൈമിലാണോ പ്രൈം മിനിസ്റ്റർ ഇസ്രയേലിലെത്തി അക്കോർഡുകളൊക്കെ സൈൻ ചെയ്തത്? ആ ടൈമിങ്ങിന് ഒരു പ്രശ്നമുണ്ട്. കാര്യം അത് വെച്ച് പക്ഷേ ഇറാൻ ആ പ്രശ്നം ഇല്ല എന്നതിന്റെ വ്യക്തമായ സന്ദേശമല്ലേ ഇത്? ഇന്ത്യൻ ഷിപ്പുകളെ തടയുന്നില്ല. സ്വാഭാവികമായിട്ടും. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഓപ്പൺ ആയിട്ട്, അതായത് ഇന്ത്യയിൽ നിന്ന് വളർന്നു വരുന്ന ഇന്ത്യയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു ഒപ്പീനിയൻ ഇതല്ലായിരുന്നു. കാര്യം ഡയറക്റ്റ് ഇൻവേഡ് ചെയ്തപ്പോൾ ദെൻ ആൻഡ് ദെയർ ഖമേനിയെ വധിച്ചപ്പോൾ അപ്പോൾ തന്നെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഇറക്കണമായിരുന്നു. അത് ഇറക്കിയില്ല. അതിനൊരു സംശയം ജനിപ്പിച്ചു. അത് മെയിൻ ആയിട്ടുള്ള ഒരു കാരണമാണ്. ആർക്കും അത് ഡിനേ ചെയ്യാൻ പറ്റില്ല. അറ്റ് ദ സെയിം ടൈം ഈ GCC കൺട്രീസിലോട്ടുള്ള അറ്റാക്ക് വരുമ്പോഴൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. ബിക്കോസ് വി ആർ ദ വൺ ഹൂ ഈസ് പ്രൈമർലി അഫക്റ്റഡ് ആണ്. ഏറ്റവും കൂടുതലായിട്ട് അഫക്ട് ചെയ്തിരിക്കുന്ന കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് റീസൺ ബിക്കോസ് ഇത്രയും ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്കൊരു മീഡിയേറ്റർ ആകാമായിരുന്നു. പക്ഷെ അത് ഫലം കാണുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അതിനുള്ള ഏറ്റവും നല്ല എക്സാമ്പിൾ ആണല്ലോ ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇസ്രയേലും സൗദിയും കൂടി ഇന്ത്യയുടെ മീഡിയേഷനില് സൗദി ഇസ്രയേലിലോട്ട് പോകുന്ന ഫ്ലൈറ്റിന് അവരുടെ എയർ സ്പേസ് ഓപ്പൺ ചെയ്ത് കൊടുത്തു. ബിക്കോസ് ഇന്ത്യയാണ് അത് മീഡിയേറ്റ് ചെയ്തത്. അപ്പം ഇന്ത്യക്ക് ഒരു മീഡിയേഷൻ കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതിനകത്ത് ആർക്കും അവഗണിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷേ മാർക്കറ്റിംഗ്, ഐ മീൻ ദ പ്രസന്റ് ട്രേഡ് റിലേഷൻ വിത്ത് US ആൻഡ് ഫോർ ഗോയിങ് വിത്ത് ദ റഷ്യൻ ട്രേഡ് റിലേഷൻ, അവിടെ ഒരു ഇംബാലൻസ് ഉണ്ടായി. ദാറ്റ് ഈസ് എ ഫാക്ട്. ആ ഇംബാലൻസ് ഉണ്ടായി എന്നുള്ള രീതിയിൽ ആ ബാലൻസ് കൂടുതൽ ഇത് വെക്കുമ്പോൾ വേ ചെയ്യുമ്പോൾ ജനറലി ഫോറിൻ പോളിസി ഈസ് എ
ബാലൻസിങ് മീൻസ് ബാലൻസിങ് പവർ വിത്ത് പവർ. അപ്പൊ ഈ ബാലൻസ് ചെയ്യുന്ന കൂട്ടത്തില് നമ്മുടെ വെയിറ്റ് ഒരു സൈഡിൽ ഇച്ചിരി കൂടിപ്പോയി, ഏത് US സൈഡിൽ അല്പം കൂടിപ്പോയി, അവിടെ വെയിറ്റ് ഇച്ചിരി കൂടിപ്പോയി. അപ്പോൾ ആണ് ഈ ക്രിറ്റിസിസം വന്നത്, വിമർശനം. അത് സ്വാഭാവികമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേരെ മറിച്ച് ക്രിറ്റിസിസം ഉണ്ടായെന്ന് പറഞ്ഞാൽ രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ക്രിറ്റിസിസം അല്ലേ ഉണ്ടായത്? ആ രാജ്യത്തെ പ്രതിപക്ഷം പറയുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ പവൻ ഖേരയുടെ ട്വീറ്റിലൂടെ വ്യക്തമാക്കിയത്. ഇന്ത്യയിലേക്ക് പാചകവാതകവുമായി 2 കപ്പലുകൾ വരുന്നു, അതിന് ഇറാൻ അനുമതി നൽകിയിട്ടുണ്ട് എന്നത് തെറ്റായ പ്രചാരണമാണ്, അത് അമേരിക്കയിലേക്കാണ് പോകുന്നത് എന്ന് ട്വീറ്റ് ചെയ്ത പവൻ ഖേര, കോൺഗ്രസിൻ്റെ നേതാവ്, അദ്ദേഹം ഇപ്പോൾ അത് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് എത്രമാത്രം മോശമായിട്ട് ചിത്രീകരിച്ചു ആ ട്വീറ്റ് വഴി എന്നുള്ള കാര്യം അത് പറയേണ്ട കാര്യമില്ലല്ലോ. ജനങ്ങൾക്ക് ഒരു വലിയ ആശങ്ക ഇതുവഴി ഉണ്ടാവുകയും ചെയ്തു. കേന്ദ്ര സർക്കാർ പോലും ഇക്കാര്യത്തിൽ തെറ്റായ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണോ എന്നുള്ള സംശയം ഉയർത്തുവാൻ കോൺഗ്രസ് നേതാവിൻ്റെ ഈ ട്വീറ്റ് കാരണമായി. അപ്പോൾ ഉത്തരവാദിത്വമില്ലാതെ പ്രതിപക്ഷമല്ലേ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? അന്താരാഷ്ട്ര സമൂഹത്തിന് ആ പ്രശ്നമില്ല. the role of opposition is to oppose every decisions. പക്ഷേ ഇങ്ങനെയുള്ള ഒരു കാര്യം വരുമ്പോൾ തീർച്ചയായിട്ടും കൺട്രി യുണൈറ്റഡ് ആയിട്ട് നിൽക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. വെൻ വി ആർ ഇൻ എ ക്രൈസിസ്, ഇപ്പൊ ഒരു വി ആർ ഇൻ എ ക്രൈസിസ്, ഓഫ് കോഴ്സ് അത് ആർക്കും ഡിനേ ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്വയം പര്യാപ്തമാണ് അല്ലെങ്കിൽ ഇതുകൊണ്ടാണ്. കാര്യം LPG എന്ന് സംബന്ധിച്ചിടത്തോളം മേ ബി ഫോർ എ വീക്ക്, ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ കപ്പിൾ ഓഫ് ഡേയ്സ് ഇതൊക്കെ സ്റ്റോക്കിംഗ് ഉള്ളൂ. അൺലൈക്ക് ചൈനയിൽ അതിനൊരു കംപ്ലീറ്റ് അവരുടെ സെറ്റപ്പ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഫോർ 3 months എന്നാണ് അവർ പറയുന്നത്. അതിന്റെ കാരണം ബിക്കോസ് ഓഫ് they got a lot of പൈപ്പ് വർക്ക് ആണ്. അതായത് നോട്ട് ദൈറ്റ് സിലിണ്ടർ ടൈപ്പ് അല്ല, നമ്മൾ അതായത് സെൻട്രലി സ്റ്റോർ ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂഷൻ, നമ്മുടെ വാട്ടർ സപ്ലൈ മാതിരിയുള്ള ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് ചൈനയിലുള്ളത്. അഡ്വാൻസ്മെന്റ് ആണ് ചൈന ഈസ് ഹാവിംഗ് ദാറ്റ് കൈൻഡ് ഓഫ് ആൻ അഡ്വാൻസ്മെന്റ്. അങ്ങനെ ഒരു രീതി ഉള്ളത് കൊണ്ട് അത്രയും അഫക്റ്റ് ആവില്ല. ബട്ട് സ്റ്റിൽ അവരെ അഫക്ട് ചെയ്യും, അതിനകത്തൊരു സംശയവുമില്ല. പക്ഷെ പൊളിറ്റിക്കലി ക്രിട്ടിസൈസ് ചെയ്യേണ്ടത് വെൻ വി ആർ ഇൻ എ ക്രൈസിസ്, വെൻ കൺട്രി ഈസ് ഇൻ ക്രൈസിസ്. ഇത് ഓപ്പോസിഷനെ മാത്രമല്ല ഗ്യാസ് കുറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഗ്യാസ് ഷോർട്ടേജ് കൊണ്ട് അഫക്ട് ചെയ്യുന്നത്, ഇറ്റ് ഈസ് അഫക്ടിങ് ദ എൻറ്റയർ പീപ്പിൾ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ വരുമ്പം ഇങ്ങനെയുള്ള നെഗറ്റീവ് ക്രിറ്റിസിസം അത് നല്ലതല്ല എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം. അറ്റ് ദ സെയിം ടൈം whenever there is a ഡിപ്ലോമസിയെ ക്വസ്റ്റ്യൻ ചെയ്യാനും ക്രിട്ടിസൈസ് ചെയ്യാനുമുള്ള എല്ലാ അവകാശവും ഓപ്പോസിഷൻ ഉണ്ട്. whenever the government is moving in a wrong side, അങ്ങനെ ഒരു ഫീലിംഗ് വരുവാണെങ്കിൽ ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്ത് ഒരു റീതിങ്കിങ്, അതൊരു പുനർവിചിന്തനത്തിനുള്ള ഒരു അവസരം കൊടുക്കേണ്ടത് ഓപ്പോസിഷന്റെ ഡ്യൂട്ടിയാണ്. there is no doubt into it. പക്ഷേ when we are in a trouble, that time ആ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഒരു ഓപ്പോസിഷന് ദുർഭാഗ്യവശാൽ അത്തരം കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട് രാജ്യത്ത്. ശ്രീ സജിമോൻ ആന്റണി, ഇന്ത്യ അമേരിക്കൻ ഇസ്രായേൽ പക്ഷത്തേക്ക് ചാഞ്ഞതുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നുവെന്ന് പ്രതിപക്ഷം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്ധനക്ഷാമം വന്നപ്പോൾ, ആദ്യം പാചകവാതക ക്ഷാമം കണ്ടു തുടങ്ങിയപ്പോൾ ആ ഒരു ആരോപണം ഞങ്ങൾ പറഞ്ഞതല്ലേ ശരി എന്നുള്ള രീതിയിൽ ഇപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് താങ്കൾ ഇതേപ്പറ്റി വിലയിരുത്തുന്നത്? മഞ്ജുഷേ, ഈ ലോകം നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ടാരിഫ് വാർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് സഡൻലി 2 ആഴ്ച മുമ്പ് നമ്മൾ ആക്ച്വൽ വാറിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് നമ്മൾ ആക്ച്വൽ വാറിനെ പറ്റി സംസാരിക്കാതെ നമ്മൾ സംസാരിക്കുന്നത് എനർജി വാറിനെ പറ്റിയാണ്. അങ്ങനെ മാറിക്കഴിഞ്ഞിരിക്കുന്ന അതിന്റെ ഒരു സ്ട്രാറ്റജിക്കലി പറയുവാണെങ്കിൽ, അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്ട് ഓരോ രാജ്യങ്ങളിലും ഡിഫറെന്റ് ആണ്. അമേരിക്കയുടെ പെർസ്പെക്റ്റീവും ഇന്ത്യൻ പെർസ്പെക്റ്റീവും ഡിഫറെന്റ് ആണ്. ഇന്ത്യ ഡെഫിനറ്റ്ലി ഇതിനു മുമ്പ് പറഞ്ഞ സഹപാനലിസ്റ്റിൽ പറഞ്ഞുകൊണ്ടൊക്കെ ഒരു പരിധിവരെ യോജിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ജോലി അത് ഓപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചില ഡേറ്റയും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇൻ ദ സെൻസ്, ഇന്ത്യയുടെ കപ്പാസിറ്റി 20 ആണെങ്കിൽ ചൈനയും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ഒരു ക്രൈസിസിലേക്ക് സഡൻലി വരുന്നില്ല. കാരണം ഇവിടുത്തെ കരുതൽ ശേഖരങ്ങൾ അതിനേക്കാളും കൂടുതലാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ടെക്നോളജിക്കൽ ഇതൊരു ഡിഫറെന്റ് സ്റ്റൈലിലുള്ളതാണ്. അതുകൊണ്ടിട്ട് അത് ഡയറക്റ്റ് ഇമ്പാക്ട് വരുന്നില്ല. എന്നാൽ പ്രൈസ് റൈസിനകത്ത് ആ ഒരു ഇമ്പാക്ട് വരുന്നുണ്ട്. അമേരിക്കൻ പെർസ്പെക്റ്റീവിൽ പറയുവാണെങ്കിൽ ഇവിടെ ഇപ്പൊ 4 പോയിന്റ് ആണ് റൈസ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തേത് ഡെത്ത് ആണ്. കാരണം അമേരിക്കൻ സോൾജിയേഴ്സ് 6 ആയിരുന്നു, ഇപ്പൊ അത് 13 ആയി. 140, 144 അതിലധികം ആൾക്കാർ വൂണ്ടഡ് ഉണ്ട്. അതൊരു മേജർ ഇഷ്യൂ ആയിട്ട് ഇവിടെ സംസാരിക്കുന്നുണ്ടോന്ന്. രണ്ടാമത്തേത്, ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പം എത്ര പേര് മരിച്ചു എന്നതിനേക്കാൾ ഉപരി സംസാരിക്കുന്നത്, നമ്മൾ ട്രംപിന്റെ വേർഡ് കടമെടുക്കുകയാണെങ്കിൽ ഇറാന്റെ ക്രൗൺ ജുവലായ കർഗ് ഐലൻഡ് അറ്റാക്ക് ചെയ്തു. എന്നാൽ അറ്റാക്ക് ചെയ്തപ്പം മിലിറ്ററി അസറ്റ്സ് ആണ് ആദ്യത്തെ ആ ഒരു ഷോട്ടിൽ പോയിരിക്കുന്നത്. എന്നാൽ കർഗ് ഐലൻഡ് ആണ് ഇറാന്റെ എനർജി എന്താ പറയുക സോഴ്സിന്റെ ഒരു എത്ര പെർസെന്റ് എനിക്ക് എക്സാക്ട് അറിയില്ല, മേ ബി 80-90% മൂവ് ചെയ്യുന്നത് ആ ഏരിയയിലാണ്, അല്ലെങ്കിൽ ഇറാന്റെ മണി മുഴുവൻ എനർജി റിസോഴ്സ് കൂടെ ആ ഏരിയയിലാണ് വരുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ എന്നാൽ അവിടെ അറ്റാക്ക് ചെയ്തപ്പം അമേരിക്കൻ അല്ലെങ്കിൽ ഇസ്രായേൽ ഫോഴ്സ്
എണ്ണ ശേഖരങ്ങൾ, എണ്ണപ്പാടങ്ങൾ അത് ആക്രമിക്കാതെ ഒരു കരുതൽ എടുത്തിരുന്നു എന്നുള്ളത് എന്തുമാത്രം ഈ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു എനർജിയുടെ കാര്യത്തിൽ അമേരിക്കയ്ക്കും ലോകരാഷ്ട്രങ്ങൾക്കും അല്ലെങ്കിൽ എന്തുമാത്രം പ്രഷർ ഇവിടെ US ഇസ്രായേലിന് അഗെയിൻസ്റ്റ് വരും എന്നുള്ളൊരു ഒരു ഉദാഹരണമാണ്. ഇന്ന് അദ്ദേഹം പറയുന്നത് ഇനിയും ഞങ്ങളെ തിരിച്ച് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും US അസറ്റിനെ അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷിപ്പിനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ ഒരു എക്സ്ക്ലൂഷൻ മാറ്റിക്കളയും, ഞങ്ങൾ അവിടെയും ആക്രമിക്കും എന്നാണ് ഒരു വാർണിംഗ് തന്നിരിക്കുന്നത്. മേ ബി അതൊരു വാർണിംഗ് മാത്രമായിരിക്കാം, ഒരു സ്ട്രാറ്റജിയുടെ പാർട്ടായിട്ട് അദ്ദേഹം പറഞ്ഞതായിരിക്കാം. ഏതായാലും ഈ എനർജി ഒരു എന്താ പറഞ്ഞത്, ഇറാന്റെ ഞാൻ പറയുന്നത് ഇറാനിൽ ബോംബുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു സൈഡിലിരിക്കട്ടെ, എന്നാൽ അതിനേക്കാളും വലിയൊരു ബോംബായിട്ടാണ് ഇറാൻ ഈ ഒരു സ്ട്രൈറ്റ് ഓഫ് ഹോർമസിനെ ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു അസറ്റായിട്ട് നോക്കുന്നത്. അതായത് ലോകത്തിന്റെ നെർവിനെ, എനർജി നെർവിനെ സ്ക്വീസ് ചെയ്ത് ശ്വാസം മുട്ടിച്ച് കൊല്ലാനായിട്ട് ആറ്റം ബോംബിനേക്കാളും നല്ല ശക്തി ഈ ഒരു ഹോർമസ് സ്ട്രൈറ്റിനുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇറാൻ അറിയാമായിരുന്നു. മേ ബി അമേരിക്ക അല്ലെ ഇസ്രായേൽ അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തോ എന്ന് ഇവിടുത്തെ പ്രതിപക്ഷവും ഓപ്പോസിഷൻ ലീഡേഴ്സും റേസ് ചെയ്യുന്നുണ്ട് ഇപ്പം. കാരണം ഇങ്ങനെ ഒരു ഇഫക്ട്സ് വരുവാണെങ്കിൽ അതിന് എന്തായിരുന്നു അമേരിക്കയുടെ കൗണ്ടർ സ്ട്രാറ്റജി എന്നുള്ള കാര്യത്തിൽ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഈ ഒരു സമയത്ത് ഇവിടുന്ന് വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെയുള്ള ഒരു ചർച്ചാ വിഷയം കോസ്റ്റ് ആണ്. ഈ ഒരു യുദ്ധത്തിൽ എന്തുമാത്രം കോസ്റ്റ് ഉണ്ട്, എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 billion to 2 billion a day ആണ്. അപ്പൊ അത് വരുമ്പം അമേരിക്കയ്ക്ക് അകത്തും തന്നെ ഒരു പ്രഷർ ബിൽഡ് ചെയ്യും. ഇത് ഉദ്ദേശിക്കുന്ന പോലെ പോകത്തില്ലെങ്കിൽ. അതോടൊപ്പം നമ്മൾ വേറൊരു കാര്യം ഓർക്കണം, ഇത് US കോൺഗ്രസിന്റെ അപ്രൂവൽ ഇല്ലാതെ പോയൊരു വാറാണ്. അപ്പൊ ഇതിനു മുമ്പ് നടന്ന അഫ്ഗാനിസ്ഥാന്, ഇറാഖ് വാർ അല്ലെ വിയറ്റ്നാം വാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ ജനത ഏകദേശം 82 തൊട്ട് 96% ജനങ്ങള് എല്ലായിടത്തു നിന്നുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് കോൺഗ്രഷ്യൽ അപ്രൂവലോട് കൂടെ പോയ വാറാണ്. അപ്പൊ ഇവിടെ 40% അപ്രൂവലോട് കൂടിയാണ് ഇത് പോയിരിക്കുന്നത് വിതൗട്ട് കോൺഗ്രസ് പവർ. അപ്പൊ ഒരു ടൈം സെൻസിറ്റീവ് ആണ്, കാരണം 60 ദിവസം ഒരു ടൈം ക്ലോക്ക് ടിക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഇതിനൊരു തീരുമാനമായിട്ടില്ലെങ്കിൽ അത് അടുത്തൊരു പാരയായിരിക്കും ട്രംപിന്. സജിമൻ, അതുപോലെ തന്നെ ഈ ഹോർമൂസിലൂടെയുള്ള ടാങ്കറുകളുടെ, എണ്ണ കപ്പലുകളുടെ ഗതാഗതം അത് പൂർണ്ണമായിട്ടും നിലച്ചു എന്ന് പറയാൻ കഴിയുമോ? അതോ ഇറാന്റെ അനുമതിയോടുകൂടി കപ്പലുകൾ കടന്നു പോകുന്നു? അതുപോലെ തന്നെ അവിടുത്തെ ഒരു വലിയ ആയുധ ശേഖരത്തിൻ്റെ വീഡിയോ ഇപ്പോൾ ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് കപ്പലുകൾ അനുമതിയില്ലാതെ പോയാൽ കത്തിക്കുമെന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഇത്. അത് പഴയ വീഡിയോ ആണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. അതേ സമയത്ത് തന്നെ മറ്റൊരു കാര്യവും കഴിഞ്ഞ ദിവസം സംഭവിച്ചു. അമേരിക്ക ഈ ഇറാന്റെ പടക്കപ്പലുകൾ ഇതേ ഭാഗത്ത് തകർത്തിട്ടുണ്ട്. അത് ഈ മൈനുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി വന്ന കപ്പലുകളാണ് എന്നാണ് അമേരിക്കയുടെ വാദം. ശരിക്കും ഹോർമുസിൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ 2 കപ്പലുകൾക്ക് ഇന്ത്യക്ക് അനുമതി കിട്ടി, അവ കടന്നു വരുന്നുമുണ്ട് ഇങ്ങോട്ട്. മഞ്ജുഷ, ഇവിടെ നിന്ന് നോക്കുമ്പം എന്താ പറയുന്നത്, ഇറാന്റെ ഡിഫൻസ് കേപ്പബിലിറ്റി അത് നേവൽ വഴിയാണെങ്കിലും വ്യോമ ഇതാണെങ്കിൽ പോലും ടോട്ടലി ഡെസിമേറ്റ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇറാന് മനസ്സിലാക്കി ഇതൊരു ഓപ്പൺ ആണ്, അമേരിക്കയും ഇസ്രായേലും ഇപ്പൊ എവിടെ വേണമെങ്കിലും പോയി അറ്റാക്ക് ചെയ്യാൻ ബൈ എയർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇറാൻ തന്നെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് അവരിപ്പോ ഒരു വീഡിയോ മെസ്സേജ് പോലും ഇടുന്നില്ല. ഇവിടെ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ട് അതേ ഇപ്പോഴത്തെ സുപ്രീം ലീഡർ പോലും പരിക്കേറ്റ് ഒരു വീഡിയോ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതായാലും ഷിപ്പിന്റെ ഗതാഗത ഹോർമസ് സ്ട്രൈറ്റിൽ കൂടെ ചൈനയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഇവിടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ഇറാൻ പ്രിഫറൻസ് ആയിട്ട് അവർക്ക് ഏത് രാജ്യത്തെ സപ്പോർട്ടാണ് കിട്ടുന്നത് അങ്ങോട്ടേക്കുള്ള ഒരു എക്സെപ്ഷൻ അവർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം അമേരിക്ക ഇവിടെ നിന്ന് പറയുന്നത് ഇനിയും ഇങ്ങനെ പോവുകയാണെങ്കിൽ 1-on-1 സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യും അതിലൂടെ പോകുന്ന ഈ പറഞ്ഞ എണ്ണ കപ്പലുകൾക്ക് എന്നാണ്. അപ്പൊ അതിനെപ്പറ്റി വലിയൊരു ചർച്ചയുണ്ട്. അത് എന്തുമാത്രം പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കും. അങ്ങനെ ഒരു 1-on-1 പോയിട്ടുണ്ടെങ്കിൽ ആളപായം ഉണ്ടാകാനുള്ള, അതായത് അമേരിക്കൻ മിലിറ്ററിയുടെ അസറ്റുകൾ നഷ്ടപ്പെടാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അത്രയും റിസ്കി ആയിട്ടുള്ള കാര്യം എടുക്കണം, നമ്പർ 1. നമ്പർ 2, ഇപ്പൊ നമ്മൾ പറഞ്ഞ കോസ്റ്റ് ഓഫ് യുദ്ധത്തിന്റെ എസ്റ്റിമേറ്റ് 1 billion 2 million പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു 1-on-1 ഡിഫൻസീവ് സ്ട്രാറ്റജിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ കോസ്റ്റ് പിന്നെയും എക്സാഗറേറ്റ് ചെയ്യും. അത് രണ്ടാമത്തെ ചിന്തയുണ്ട്. മൂന്നാമത്തേത്, ഇങ്ങനെ വന്ന മിലിറ്ററി അസറ്റ്സ് ഇനി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി അത് വേറൊരു ലെവലിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്നും അവർ നോക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ബട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ സീരിയസ്ലി തിങ്ക് ചെയ്യുന്നുണ്ട് എക്സ്കോർട്ട്, അതായത് 1-on-1 ഷിപ്പിന് എക്സ്കോർട്ട് കൊടുത്ത് അമേരിക്കയും ഇസ്രായേലും നാവിക കപ്പലുകൾ എക്സ്കോർട്ട് കൊടുത്തുകൊണ്ട് ഈ ഒരു ക്രൈസിസ് നടക്കില്ല എന്നല്ലേ അമേരിക്ക കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്? അങ്ങനെ ഒരു എക്സ്കോർട്ട് കൊടുക്കാൻ പറ്റില്ല, അകമ്പടി കൊടുക്കാൻ പറ്റില്ല എന്നായിരുന്നല്ലോ. അല്ല, വേണ്ടി വന്നാൽ ഞങ്ങൾ ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. തിരിച്ചായിരുന്നു, വേണ്ടി വന്നാൽ അമേരിക്ക ഈസ് വില്ലിംഗ് ടു ഡു ദാറ്റ് എന്നാണ്. അത് തിരുത്തിയില്ലായിരുന്നോ? ആ ഒരു നിലപാട് തിരുത്തിയില്ലായിരുന്നോ സജിമോൻ? അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നല്ലേ അവസാനം അറിയിച്ചത്?
ഇല്ല, അവർ പറഞ്ഞ് അത് സ്റ്റേ ചെയ്തു, പിന്നെ അതിന് വെള്ളം ഒഴിച്ചു, പിന്നെ അതിനകത്ത് റീഇൻസ്റ്റേറ്റ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം എന്തുമാത്രം പ്രാക്ടിക്കാലിറ്റി ഉണ്ട് എന്നുള്ളൊരു ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കാം. ഏതായാലും ആ ഒരു സ്ട്രാറ്റജിയിൽ പോലും അത് ഈ ഒരു ക്രൈസിസ് സോൾവ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നിയില്ല. ഇന്ത്യൻ പതാക വഹിക്കുന്ന കപ്പലുകൾക്ക് തടസ്സമില്ല ഇപ്പോൾ. അതെ അതെ. അപ്പൊ ഇന്ത്യയെ സ്പെസിഫിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ, ഈ ഇന്ത്യക്ക് തുടക്കത്തിൽ ബ്രിഗേഡിയർ സാർ പറഞ്ഞു പോണെങ്കിൽ തന്നെ തുടക്കത്തില് ഒരു സൈലൻസ് ആയിട്ട് ഇരുന്നത് അതൊരു വീക്ക്നെസ് ആയിട്ട് മറ്റു രാജ്യങ്ങൾ എടുത്തോ എന്ന് എനിക്കറിയില്ല. കാരണം ചില സമയത്ത് നമ്മൾ മിണ്ടായിരിക്കുന്നതാണ് ബുദ്ധി, ചില സമയത്ത് നമ്മൾ ഇടപെടാതിരിക്കുന്നതാണ് ബുദ്ധി, ചില സമയത്ത് ഒരു പീസ് കീപ്പറായിട്ട് ഒരു നെഗോഷിയേറ്റ് ചെയ്യുന്നതായിട്ട് മധ്യസ്ഥനായിട്ട് വരുന്നത് തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഒരു സങ്കീർണമായ ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എനർജി സോഴ്സ് ഇത് ഇറാനിൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ എങ്ങനെ ബാധിക്കുന്നുണ്ടോ അവരെ പോലെ ഈക്വലി ബാധിക്കുന്നത് ഇന്ത്യയാണ്, അല്ലെങ്കിൽ ഇന്ത്യയെ പോലെയുള്ള എനർജി ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള രാജ്യങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു പരിധി വരെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ഇതുപോലെ നീണ്ടുപോകാനുള്ള റീസണും യൂറോപ്പിന് എന്തുമാത്രം എനർജി ഡിപ്പെൻഡൻസ് റഷ്യയുമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് എന്നെനിക്ക് പറയാൻ പറ്റും. നമുക്ക് പറയാൻ പറ്റും. കാരണം അത് പെട്ടെന്ന് ആ ഡിപ്പെൻഡൻസി ഉള്ളിടത്തോളം കാലം ഏത് സ്ട്രാറ്റജി ഉണ്ടാക്കി കഴിഞ്ഞാലും ചില കോംപ്രമൈസുകൾ അവിടെ ഇവിടെയും വരും. അപ്പൊ അത് നീണ്ടുപോകും യുദ്ധങ്ങൾ. സിബി, ആ സൈലൻസ് ഇന്ത്യയെ രക്ഷിച്ചു ഈ ഘട്ടത്തിൽ എന്ന് കൂടി പറയേണ്ടി വരുമല്ലോ. അതല്ലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി ആയേനെ ഇപ്പോൾ. എന്ത് സൈലൻസിനെ കുറിച്ചാണ് മഞ്ജുഷ പറയുന്നത്? ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സൈലൻസ് അല്ല, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സൈലൻസ് രക്ഷിച്ചു എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 2 ദിവസം മുമ്പുള്ള മറൈൻ ഡാറ്റ അനുസരിച്ച് ഏതാണ്ട് 8 കപ്പലുകൾക്കാണ് ഇറാൻ അനുമതി നൽകിയത്. അതിനകത്ത് 2 ഇന്ത്യയിലേക്കുള്ളതും ബാക്കി 6 ചൈനയ്ക്കുള്ളതുമാണ്. നമ്മൾ ഈ പാടിപ്പൊഴുത്തുമ്പോഴേ ഇന്ത്യൻ ഡിപ്ലോമസിയെ പറ്റി പാടിപ്പൊഴുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചൈനയ്ക്കാണ് ഇറാൻ പ്രിഫറൻസ് കൊടുക്കുന്നത്, ഇന്ത്യക്കല്ല. ഏതാണ്ട് ഇന്ത്യൻ പതാക വഹിക്കുന്ന ഏതാണ്ട് 100ഓളം കപ്പലുകൾ ഈ പറഞ്ഞ സ്ട്രൈറ്റ് ഓഫ് ഹോർമസിനും അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് കിടപ്പുണ്ട് എന്നാണ് കിട്ടുന്ന ഒരു ഏകദേശം ഈ മറൈൻ ഡാറ്റ അനുസരിച്ചുള്ള വിവരം. 100ഓളം കപ്പലുകൾ കിടക്കുന്നുണ്ട് എന്നാണ് മറൈൻ ഡാറ്റ പറയുന്നത്. ചിലപ്പോൾ അത് ചിലപ്പോൾ ഇന്ത്യയിലേക്കുള്ള ഇന്ത്യയിലേക്കുള്ള കപ്പലുകളായിരിക്കണമെന്നില്ല. ചിലപ്പോൾ പല രാജ്യങ്ങളിലേക്കുള്ള ചരക്ക് കപ്പലുകളും ആകാം. പക്ഷെ ഇന്ത്യൻ പതാക വഹിക്കുന്ന കപ്പലുകളുടെ കാര്യമുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ 8 കപ്പലുകൾക്ക് മെനഞ്ഞാന്ന് അനുമതി കൊടുത്തതിനകത്ത് നമുക്ക് കിട്ടിയത് 2 കപ്പലാണ്, ബാക്കി 6 ചൈനയ്ക്കാണ് പോയത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോ 2 കപ്പലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 2 കപ്പലിനകത്ത് മൊത്തം 80,000 ടൺസ് ആണ് LPG ഇന്ത്യയിലേക്ക് വരുന്നത്. ഇതുപോലെ മിനിമം നമ്മളുടെ ഒരു ഈ ഇന്ത്യയുടെ കപ്പാസിറ്റി കൂട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ 50% നമ്മൾക്ക് ഡൊമസ്റ്റിക് കപ്പാസിറ്റി ഉണ്ടെന്ന് കരുതിയാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, നമുക്ക് മിനിമം ഒരു 30 കപ്പലെങ്കിലും വന്നെങ്കിൽ മാത്രമേ നമുക്കൊരു മാസത്തിന് ആവശ്യമായിട്ടുള്ള എനർജി അല്ലെങ്കിൽ LPG ഇന്ത്യയിൽ കിട്ടുകയുള്ളൂ. ഒരു മാസത്തിൽ ആവശ്യമായിട്ടുള്ള LPG ഇന്ത്യയിൽ വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ 30 കപ്പലുകൾ വരണം. അപ്പൊ നമ്മൾ വളരെ അപര്യാപ്തമായാണ്. ഈ ഇന്റർനാഷണൽ എനർജി ഏജൻസി IEA എന്ന് പറയുന്ന ഈ ഏജൻസി പലതവണ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഫ്ലോ ആയിട്ട് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ LPGയുടെ സപ്ലൈയുടെ ഒരു കൺസ്ട്രെയിൻ, സ്റ്റോറേജിന്റെ ഒരു കൺസ്ട്രെയിന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ ഷാവു പ്രസാദ് സാർ പറഞ്ഞതും അംഗീകരിച്ചുകൊണ്ട് പറയുന്നു, വളരെ ചെലവ് കൂടുതലാണ് ഇതിന്റെ സ്റ്റോറേജ് ഉണ്ടാക്കാൻ എന്ന് പറയുന്നത്. പക്ഷേ നമ്മളൊരു വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ചെലവ് മാത്രമല്ല, ചെലവാണ്. പ്രാക്ടിക്കലി ഇമ്പോസിബിൾ അല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനെ വളരെ ഇതായിട്ട് എന്താ പറയുന്നത്, കരരൂപത്തിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിന്റെ ചെലവ് വളരെ കൂടുതലാണ്. ചെലവ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് അത് സ്റ്റോർ ചെയ്യുന്നതിനകത്ത്. ഓക്കെ, അപ്പം ഇത് എന്താണെന്നറിയോ സത്യ? അത് ആദ്യം മിനിമം അതിന്റെ ആ ഒരു നോളജ് എങ്കിലും ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണത്. ഗ്യാസിനെ കംപ്രസ് ചെയ്ത് ലിക്വിഡ് ആക്കിയിരിക്കുന്ന സ്റ്റേജാണത്. ആ കംപ്രസ് കോടിക്കണക്കിന് ലിറ്റർ കിലോ ചെയ്തു വെക്കാൻ, സംഭരിച്ചു വെക്കാൻ കഴിയില്ല. അത് സംഭരിച്ചു വെക്കാനുള്ള അങ്ങനെയുള്ള സംഭരണ ശേഷി 1.4 ലക്ഷം 1.4 ലക്ഷം ടൺ ഗ്യാസ്, ഈ ലിക്വിഡ് ഗ്യാസ് സപ്ലൈ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഓൾറെഡി ഇന്ത്യക്കുണ്ട്. ചൈനയ്ക്ക് അതിനേക്കാൾ വളരെ കൂടുതലുണ്ട്. പക്ഷേ നമ്മളൊരു വികസിത രാജ്യം എന്ന നിലയ്ക്ക് നമ്മൾ 2011 ഇറക്കുമതി ചെയ്തതിന്റെ 3 ഇരട്ടിയാണ് 2024-25 ടൈമിൽ നമ്മൾ ഇറക്കുമതി ചെയ്തത്. അപ്പൊ ഇത്രയും കൂടുതൽ ഇറക്കുമതിയിൽ നമ്മുടെ കൂടുതൽ ആൾക്കാർ ഇത് ഉപയോഗിക്കുമ്പോഴും
കൂടുതൽ ആൾക്കാർ ഇത് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം വരുമ്പോഴും നമ്മൾ എന്താ ഒരു രാജ്യം സ്ട്രാറ്റജിക് ആയിട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ 90 ദിവസത്തെ സപ്ലൈ നമ്മൾ ക്രൂഡ് ഓയിൽ സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് രാജ്യത്തിന് ഇതുപോലൊരു പ്രതിസന്ധി വന്നാൽ ആവശ്യമായി വരും, രാജ്യം നിന്നു പോകരുത് എന്നുള്ളൊരു പ്രശ്നം കൊണ്ടാണ്. അപ്പൊ നമ്മൾ നോക്കൂ, ഈ പാചകവാതകം ഉപയോഗിക്കുന്ന 33 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. 33 കോടി ജനങ്ങൾ. ഈ 33 കോടി ആക്റ്റീവ് കണക്ഷനകത്ത് നമുക്ക് 2 ദിവസത്തേക്കുള്ള സ്റ്റോറേജ് മാത്രമേ ഇന്ത്യക്കുള്ളൂ. അത് ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിക് ഫെയിലിയർ ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ സംവിധാനം ചെലവ് കൂടിയതാണ്. പക്ഷേ ഒരു വികസിത രാജ്യം എന്ന നിലയ്ക്ക്, വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം എന്ന നിലയ്ക്ക് മിനിമം ഒരു 20 ദിവസത്തെയോ 25 ദിവസത്തെയോ സ്റ്റോറേജ് ഉണ്ടാക്കാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എങ്ങനെ പോയാലും പ്രതിജ്ഞാബദ്ധമായിരിക്കണം. അതാണ് ഇന്റർനാഷണൽ എനർജി ഏജൻസി പലതവണ ചൂണ്ടിക്കാണിച്ചത്. കാരണം 3 ഇരട്ടിയായിട്ട് കഴിഞ്ഞ 10-12 വർഷത്തിനുള്ളിൽ 3 ഇരട്ടിയായിട്ട്, അല്ലെ 15 വർഷത്തിൽ 3 ഇരട്ടിയായിട്ട് ഇന്ത്യയുടെ ഇമ്പോർട്ട് കൂടിയിട്ടുണ്ട്. കാരണം അത്രയേറെ ആൾക്കാർ ഇന്ത്യയിൽ ഇപ്പോ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ടും ഇതുപോലുള്ള രാജ്യാന്തര പ്രതിസന്ധികൾ ഏത് നിമിഷം ഉണ്ടാകാം എന്നതും കണക്കിലെടുത്തുകൊണ്ട് അതിന് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോറേജ് ഉണ്ടാക്കി വെക്കുക എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കേസ്, നമ്മൾ പലപ്പോഴും പറഞ്ഞതുപോലെ നമ്മളിപ്പോ ഈ ഡിപ്ലോമാറ്റിക് ഇന്ത്യയുടെ എല്ലാ ഡിപ്ലോമാറ്റിക് ശ്രമങ്ങൾക്കും ഇന്ത്യയിലെ ജനങ്ങളുടെ പിന്തുണയുണ്ട്. പ്രതിപക്ഷം വിമർശിക്കുക എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ അവകാശമാണ്, അല്ലെങ്കിൽ അതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും ശക്തമായ കാര്യം. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും, എന്തെങ്കിലും വിദേശ നയത്തിനകത്ത് നമ്മൾ കാലങ്ങളായിട്ട് പിന്തുടരുന്ന വിദേശ നയത്തിൽ നിന്ന് വ്യതിയാനം ഉണ്ടാകുമ്പോഴും ഒക്കെ അക്കാര്യത്തിൽ ശക്തമായി വിമർശിച്ചുകൊണ്ട് രംഗത്തിറങ്ങേണ്ടത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വവും അവരുടെ ജനാധിപത്യപരമായ കടമയുമാണ്. അപ്പൊ അത് അവർ ചെയ്തോട്ടെ. അതിനകത്ത് നമ്മൾ പവൻ ഖേരയുടെ ഒരു തെറ്റായ ട്വീറ്റിലേക്ക് മാത്രമായിട്ട് ഈ സംഭവങ്ങളെ ഒതുക്കണ്ട എന്നുള്ളതാണ് എന്റെ അക്കാര്യത്തിലുള്ള അഭിപ്രായം. പക്ഷെ അത് ഉത്തരവാദിത്തപ്പെട്ട നേതാവ് തന്നെയാണ് ഇത് പറയുന്നത്. അത് പ്രധാനമന്ത്രി ഇന്നലെയും ഇന്നുമായിട്ട് പറഞ്ഞ കാര്യമാണ്. അനാവശ്യമായിട്ട് പരിഭ്രാന്തി ഉണ്ടാക്കുന്നു എന്നുള്ളത് പ്രതിപക്ഷത്തിന് നേരെയായിരുന്നു. അപ്പോൾ കേന്ദ്രത്തിന് വിമർശനം ഉന്നയിക്കുവാനായിട്ട്, പ്രതിപക്ഷത്തിന് നേരെ വിമർശനം ഉന്നയിക്കുവാനുള്ള ഒരവസരം കൂടി ഇട്ടുകൊടുക്കണമായിരുന്നു. ഇത്തരത്തിൽ ഫാക്ട് ചെക്ക് കൂടാതെ ഇങ്ങനെ ഒരു അവസരത്തിൽ പ്രതികരിച്ചത് ശരിയായില്ല എന്നല്ലേ? മഞ്ജുഷ, പരിഭ്രാന്തി ഉണ്ടാക്കരുത് എന്ന് പറയേണ്ടത് എല്ലാവരുടെയും, അതായത് ഒരു രാജ്യത്തിന്റെ നിലവിലുള്ള സിസ്റ്റം നിലനിർത്താൻ വളരെ അത്യാവശ്യമാണ്. കാരണം പാനിക് ഉണ്ടാവുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. പക്ഷെ നമ്മളിപ്പോഴും മനസ്സിലാക്കേണ്ട, ഞാൻ വീണ്ടും മഞ്ജുഷനൊക്കെ പറയുന്നത്, ഇന്ത്യക്ക് ഒരു മാസം ആവശ്യമുള്ള 25 ലക്ഷം ടൺ LPG ആണ്. നമുക്ക് വരുന്നത് വെറും 80,000 ടണ്ണാണ് 2 കപ്പലിലായിട്ട്. ഞാൻ ഒരു മാസത്തെ കണക്കാ പറഞ്ഞത്. ഇത് എല്ലാ രാജ്യങ്ങളും ഈ സമയത്ത് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. തൊട്ടടുത്ത രാജ്യമായ പാകിസ്ഥാനിലേക്ക് നോക്കാം. അവിടെ 66 രൂപയാണ് ഒറ്റയടിക്ക് കൂട്ടിയത്. പാകിസ്ഥാനിലെ അവസ്ഥ നോക്കൂ. സ്കൂളുകളും കോളേജുകളും അടച്ചു. അവിടെ സൗദി അറേബ്യയാണ് അവർ ആശ്രയിക്കുന്ന 85% വരുന്നില്ല അങ്ങോട്ട്. ഇന്ധനം വരുന്നില്ല. അതെ, ഇന്ധനം വരുന്നില്ല എന്ന് പറയുന്നത് കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തന്നെ തോന്നുന്നില്ല. കാരണം പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്നു കിടക്കുന്ന വളരെ പിന്നോക്കാവസ്ഥയുള്ള രാജ്യമാണ്. അവിടെ ഈ പറഞ്ഞതുപോലെ വലിയ ഇൻഫ്ലേഷനും നാണയപ്പെരുപ്പും അങ്ങനെ എല്ലാ പ്രതിസന്ധികളും കൊണ്ട് ഉഴറുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. നമ്മൾ പാകിസ്ഥാനെ എന്തിനാ ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുന്നത്? ഇന്ത്യ എന്ന് പറയുന്നത് ചൈനയുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. കാരണം ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുന്നത് ആ ലെവലിലാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വളർച്ച നിരക്കുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ആ രാജ്യത്തെ ഏറ്റവും പൊളിഞ്ഞു കിടക്കുന്ന പാകിസ്ഥാനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ സമാധാനപ്പെടുന്നത് എന്തിനാണെന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലാവുന്നില്ല. നമ്മൾ വളരെ കൃത്യമായിട്ട് ഇന്ത്യയുടെ ഗ്രോത്തിനെ ചൈന നേടിയെടുത്ത ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമായിട്ട് താരതമ്യപ്പെടുത്തി മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഈ പറഞ്ഞതുപോലെ സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് വഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് ഇൻഷുറൻസ് കമ്പനികൾ ഇപ്പൊ ഇൻഷുറൻസ് ഒന്നുകിൽ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ പ്രീമിയം എന്ന് പറയുന്നത് 1000 ഇരട്ടിയായിട്ടൊക്കെ വരെ വർദ്ധിപ്പിച്ചു എന്നാണ് ചില വാർത്തകൾ ഞാൻ വായിച്ചത്. കൃത്യമായിട്ട് എനിക്കറിയില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാർജ്, നമ്മുടെ കോസ്റ്റ് കൂടും. നമ്മുടെ ലോജിസ്റ്റിക് കോസ്റ്റ് വളരെ മാരകമായിട്ട് വർദ്ധിക്കും. അപ്പൊ ആ വർധനവ് സ്വാഭാവികമായിട്ടും നാട്ടുകാർക്ക് സാഹചര്യത്തിൽ നേരിടേണ്ടി വരുന്ന ചില കാര്യങ്ങളാണ്. ശ്രീ ഷാബു പ്രസാദ്, ഈ 2 കപ്പലുകൾ ആയിട്ട് വരുന്നു എന്നുള്ളത് അത് താൽക്കാലികമായ ഒരു ആശ്വാസം മാത്രമാണ്. സിബി പറഞ്ഞതുപോലെ അതൊന്നിനും പര്യാപ്തമായ ഒരു കാര്യമല്ല വരും ദിവസങ്ങളിൽ. മഞ്ജുഷേ, ഒന്നാമത്തെ കാര്യം, ഇവിടെ നമുക്ക് ഇപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം കൊണ്ട് ഒരു വീട്ടിലും ഗ്യാസ് തീർന്ന് വീട് പട്ടിണിയായി പോയ, വീട്ടിൽ ആഹാരം വെക്കാൻ ഗതിയില്ലാത്ത അവസ്ഥയില് കുറഞ്ഞ പക്ഷെ ഇവിടെ ഇരിക്കുന്നവരാരും എത്തിയിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്കറിയാവുന്ന ഒരിടത്തും എത്തിയിട്ടില്ല. അങ്ങനെ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ ഉത്തരവാദിത്വമില്ലാത്ത നമ്മൾ അതിൽ നിന്ന് അത് അത്ഭുതമൊന്നുമില്ല. അവരങ്ങനെയാണ്. അവർക്ക് രാജ്യത്തോടോ ജനങ്ങളോടോ ഒരു ഉത്തരവാദിത്വവും ഇല്ല. ഇവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇവിടെ എല്ലാവരും പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വമല്ലേ? അപാകതകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വമാണ്. അതെ, വിമർശിക്കാം.
വിമർശിക്കേണ്ടെന്നല്ല പറഞ്ഞത്, സർക്കാരിനെ പക്ഷെ രാജ്യം ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ ഈ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ പരിഭ്രാന്തി പരത്തുന്നതിനെ വിമർശനമെന്നല്ല പറയുന്നത്, അതിനെ ഉത്തരവാദിത്വമില്ലായ്മ എന്നാണ് പറയുന്നത്, അതിനെ അഹങ്കാരം എന്നാണ് പറയുന്നത്, അതിനെ വിമർശനമെന്നല്ല പറയേണ്ടത്. പിന്നെ മറ്റൊന്ന്, ഇവിടെ ഈ സിബി സത്യൻ ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന വിവരം പോലും ഇല്ലാതെയാണ് ഇവിടെ കിടന്ന് ഈ സ്റ്റോറേജ് എന്ന് പറയുന്നത്. മിസ്റ്റർ സിബി സത്യൻ, ഈ ലോകത്തൊരിടത്തും LPG ഈ രീതിയിൽ മാസ്സായിട്ട് സ്റ്റോർ ചെയ്യുന്നില്ല, ചെയ്യാൻ കഴിയില്ല. ഇവിടെ മോഹനപിള്ള സാർ ചൈനയുടെ കാര്യം പറഞ്ഞു, പൈപ്പ് ലൈൻ വഴി ഗ്യാസ് കൊടുക്കുന്ന കാര്യം. ആ പൈപ്പ് ലൈൻ വഴി ഗ്യാസ് കൊടുക്കുന്നത് ഇപ്പൊ കേരളത്തിലുണ്ട്, കൊച്ചിയിലുണ്ട്, കോഴിക്കോടുണ്ട്, അത് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അത് LPG അല്ല സാർ, അത് CNG ആണ്, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണത്. അത് CNG ആണ്. CNG മാസ്സായിട്ട് സ്റ്റോർ ചെയ്യാൻ കഴിയും. എന്നാൽ LPG എവിടെയെങ്കിലും LPG പൈപ്പിൽ കൂടെ കൊടുക്കാൻ കഴിയുമോ? LPG കൊടുക്കാൻ കഴിയുമോ? അറ്റ്ലീസ്റ്റ് ഈ LPGയും CNGയും തമ്മിലുള്ള വ്യത്യാസമെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണം ഈ ഇവിടെ വന്നിരുന്ന ഈ സിബിയെ പോലുള്ളവർ ഇമാതിരി വിവരക്കേട് വിളമ്പാൻ. ലോകത്തോടെ സാറേ ഒരു സെക്കൻഡ് സാറ് നേരത്തെ ആ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാതിരുന്നത്, അല്ലല്ല, സാറ് നേരത്തെ LPG എന്താണെന്ന് അറിയാമോ എന്ന ചോദ്യത്തിന് ഞാൻ മറുപടി പറയാതിരുന്നത് എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞതല്ല, മറിച്ച് അത്തരം ഒരു ചോദ്യം ഇതുപോലെ ചർച്ചയിൽ വന്നിരിക്കുന്ന ഒരാളിനോട് ചോദിക്കാനുള്ള ആ ഒരു ലജ്ജയില്ലായ്മ ആലോചിച്ചാണ് ഞാൻ തിരിച്ചുകൊണ്ടിരുന്നത്. ഛർദ്ദിച്ചു വെക്കുക എന്നുള്ളത് അല്ലാതെ നിങ്ങൾക്ക് അതാണ്. ഇപ്പം ഒരു കാര്യമുണ്ട് മഞ്ജുഷേ, ഈ പെട്രോളിയം കുഴിച്ചെടുക്കുന്ന ഇപ്പോഴത്തെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുണ്ടല്ലോ, സൗദി, കുവൈറ്റ്, ഒമാന്, അവിടെ വരെ ഇപ്പൊ ഫ്യൂവൽ റെസ്ട്രിക്ഷൻ ഉണ്ട്. അറിയോ? അതൊരു മുൻകരുതലാണ്. ഇപ്പൊ ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് ഒരു മുൻകരുതലാണ്, അല്ലാതെ നമ്മൾ ഒരു ക്രൈസിസിലല്ല. എന്നാൽ ഒരു ക്രൈസിസിനെ നമ്മൾ മുമ്പിൽ കാണുന്നുണ്ട്. ആ ക്രൈസിസിനെ മുൻപിൽ കണ്ടുകൊണ്ടുള്ള മുൻകരുതലാണ് ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്നത്. അതായത് പാകിസ്ഥാന്റെ ഒക്കെ അവസ്ഥ നമ്മൾ പറഞ്ഞു, ശരി, പാകിസ്ഥാനുമായിട്ട് കമ്പയർ ചെയ്യണ്ട. ഇവിടെ നമ്മൾ ഇതിന് പരിഹാരം എന്താണ്? അതിനുള്ള പരിഹാരം ഗവൺമെന്റ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പൈപ്പ് ലൈൻ വഴി ഗ്യാസ് കൊടുക്കുന്ന, ഗ്യാസ് വീടുകളിലേക്ക് സപ്ലൈ ചെയ്യുന്ന ആ സിസ്റ്റം ഇപ്പൊ ഡൽഹിയിലൊക്കെ വ്യാപകമാണ്, വൻ നഗരങ്ങളിൽ, മെട്രോ നഗരങ്ങളിൽ വ്യാപകമാണ്, ചെന്നൈയിൽ വ്യാപകമാണ്, കൊച്ചിയിൽ ഇപ്പോൾ ഉണ്ട്, കോഴിക്കോട്. അതിനാണ് ഇവിടെ ഈ നാടുകളെ അദാനി പൈപ്പ് ലൈൻ അവര് പൈപ്പിട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടെയും വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ ഉണ്ടായ വലിയ ഡെവലപ്മെന്റ് ആണത്. അത് രാജ്യവ്യാപകമായി സംഭവിക്കാൻ. ശരി, ശ്രീ മോഹനപിള്ള, ഈ മുൻകരുതൽ എടുക്കലാണല്ലോ ഇതിൽ പൂഴ്ത്തിവെപ്പ് ഒഴിവാക്കുക, അത് കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങൾ കൂടി വരുന്നു. മഞ്ജുഷ അതിനോട് ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ. ശ്രീ ഷാബു പ്രസാദ് സാർ പറയുന്നത് പോലെ നമ്മളൊരു പ്രതിസന്ധിയിലായിട്ടില്ല, പ്രതിസന്ധി ഉറ്റുനോക്കുകയാണെന്ന് പറയുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട, ഇന്ത്യയിലെ ഹോട്ടൽ വ്യവസായത്തിന്റെ ഏതാണ്ട് 30-40% ഓൾറെഡി പ്രതിസന്ധിയിലായി. ഈ ഹോട്ടൽ വ്യവസായം മാത്രമല്ല, ഹോട്ടൽ വ്യവസായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ, ഈ ഫുഡ് സപ്ലൈ, അതായത് നമ്മുടെ സൊമാറ്റോ, സ്വിഗ്ഗി തൊട്ട് എന്താ പറയുന്നത്, നമ്മളുടെ ഹോം സപ്ലൈ ചെയ്യുന്ന, വീട്ടിലേക്ക് ഹോം ഡെലിവറി ചെയ്യുന്ന ലക്ഷക്കണക്കിന് മനുഷ്യര് ഓൾറെഡി അവരുടെ ജോലി നഷ്ടപ്പെട്ടു. നമ്മൾ അതിഭീകരമായ ഒരു തൊഴിൽ പ്രതിസന്ധിയിലേക്ക് വളരെ ഭീകരമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓൾറെഡി നീങ്ങിക്കഴിഞ്ഞു. കാരണം വെച്ചാൽ 30%, 20% മാത്രമാണ് വാണിജ്യ സിലിണ്ടറുകൾ 20% മാത്രമാണ് വിതരണം ഇപ്പം വെച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം ഏതാണ്ട് 80% ഹോട്ടലുകൾ പൂട്ടേണ്ട ഒരു അവസ്ഥ സംജാതമാകും. അപ്പം ഇത്രയും വലിയൊരു പ്രതിസന്ധി ഓൾറെഡി വന്നിട്ട് അദ്ദേഹം നമ്മളിതുവരെ പ്രതിസന്ധി ആയിട്ടില്ല എന്ന് പറയുന്നത് വളരെ കൗതുകകരമായിട്ട് തോന്നുന്നു. ശരി, അത് ഞാൻ യോജിക്കുന്നു കേട്ടോ. കാരണം ഹോട്ടൽ വ്യവസായത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അതിന് കാരണം ഗാർഹിക മേഖലയിൽ പാചകവാതക ക്ഷാമം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി വാണിജ്യ മേഖലയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണമാണ്. അത് ഹോട്ടൽ മേഖലയെ സാരമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. ശ്രീ മോഹനപിള്ള, ഈ നിയന്ത്രണം ഏർപ്പെടുത്താതിരിക്കാൻ കേന്ദ്ര സർക്കാരിന് പറ്റുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? ഒരിക്കലുമല്ല. കാരണം ഇത് പ്രസന്റ് ഇപ്പോഴത്തെ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മഞ്ജുഷ ഇപ്പം ഐ തിങ്ക് ദാറ്റ് സജിമോൻ ഫ്രം USA ക്ലിയർ ആയിട്ട് അതിന് ഹിന്റ് കൊടുത്തു കഴിഞ്ഞു. കാര്യം, കർഗ് ഐലൻഡ് എന്ന് പറയുന്നത് ഇറാന്റെ ചങ്കാണ്. ഇറാന്റെ ചങ്ക് എന്ന് പറയാനുള്ള കാര്യം മാക്സിമം, അതായത് വളരെ വളരെ എന്താ പറയുക,
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാക്സിമം ഇക്കണോമിക് അവരുടെ റിഫൈനറിയും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള, അതുപോലെ തന്നെ എല്ലാവർക്കും ആക്സസ് ഇല്ലാത്ത ഒരു ഐലൻഡ്, ചെറിയൊരു ഐലൻഡ് എന്നുള്ള രീതിയിലാണ് ആ കാർഗോ വന്നിരിക്കുന്നത്. അവിടെ അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് കാണിക്കുന്ന ഏറ്റവും വലിയ, ഏറ്റവും ഭയാനകമായിട്ടുള്ള വിഡ്ഢിത്തരം എന്ന് പറയണം. കാര്യം ഇറാന് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറാൻ ഓൾറെഡി ഡിസൈഡ് ചെയ്ത ഒരു പോളിസി ഉണ്ട്. സെക്കൻഡ് ഡേയിൽ തന്നെ പറഞ്ഞു, സ്വിം ടുഗദർ ഓർ സിങ്ക് ടുഗദർ. അതായത് നീന്തി കര കയറുവാണ് ഒന്നിച്ചു കയറുക, ഇല്ല എന്നുണ്ടെങ്കിൽ സിങ്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് മുങ്ങത്തില്ല, നിന്നെ എല്ലാത്തിനെയും കൂടെ മുക്കിക്കൊണ്ട് പോരും. ഓൾറെഡി അവര് കടത്തിലാണ്. അത് ഞാൻ ഇറാന്റെ സൈനിക വക്താവിനെ കോട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, ഇതിപ്പോൾ ഖാർഗ് ദ്വീപിൽ എണ്ണ കേന്ദ്രങ്ങളെ ആക്രമിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അവർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്, എണ്ണ കേന്ദ്രങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ഓഹരി പങ്കാളിത്തമുള്ള മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ എണ്ണ സംഭരണ കേന്ദ്രങ്ങളും തകർക്കുമെന്നാണ്. അതാണ് പേടിപ്പെടുത്തുന്ന ഒരു കാര്യം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അവരത് ചെയ്യുകയും ചെയ്യും. രണ്ടാമത് ഇപ്പൊ എല്ലാവരും പറയുന്നു, ഇപ്പൊ ട്രംപ് വലിയ വീരവാദം മുടക്കുന്നു. എന്താ ട്രംപ് പറയുന്നത്? ഹോർമോസ് ഞങ്ങൾ അങ്ങ് ഓപ്പൺ ചെയ്യും. അതൊരു സൂയിസൈഡൽ അറ്റംപ്റ്റ് ആയിരിക്കും. കാര്യം ഈ ഹോർമോസ് കടലിടുക്കിന്റെ കരഭാഗങ്ങൾ, അതിന്റെ തീരങ്ങളില് ഇറാൻ വളരെ നല്ല രീതിയിൽ അവരുടെ മിസൈലുകളെല്ലാം ലോഞ്ചിങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനി ടൈം എന്ത് വേണമെങ്കിലും എയിം ചെയ്ത് അവർക്ക് ഏത് അഡ്വാൻറ്റേജ്, ടാക്ടിക്കൽ ആൻഡ് സ്ട്രാറ്റജിക്കൽ അഡ്വാൻറ്റേജ് ഇറാൻ എല്ലായ്പ്പോഴും ഉള്ളത് ഹോർമസിലാണ്. കാര്യം ഒരു കാരണവശാലും അവർക്ക് ആ ഒരു ആംഗിളിലോട്ട് വരാൻ പറ്റില്ല. ഒരു ആംഗിളിലും അതിനകത്തോട്ട് വരാൻ പറ്റില്ല. പിന്നെ ഇതിനകത്ത് ഇപ്പം ട്രംപ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ അത് മാക്സിമം ഫിനിഷ് ചെയ്യും മഞ്ജുഷ. ഞാൻ ആദ്യം മുതൽ പറയുന്നത്, ഇപ്പോൾ അതായത് ഇനിഷ്യലി അവർ ഒരു വാർഫെയർ ഇറാൻ തുടങ്ങിയത് ഇപ്പോഴാണ് അവർ റിയൽ ആയിട്ടുള്ള വെപ്പൺ യൂട്ടിലൈസ് ചെയ്യുന്നത്. നേരെ മറിച്ച് അവർ സ്ലോ പേസിൽ പോവുകയായിരുന്നു. സ്ലോ ആൻഡ് സ്റ്റഡി റൺ വിൻ ദ റേസ് എന്നാണ് പറയുന്നത്. ആ രീതിയിൽ ഒരു വാർ സ്ട്രാറ്റജിയാണ് ഇറാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇറാനാണ് ഇപ്പോൾ അപ്പർ ഹാൻഡ് വന്നിരിക്കുന്നത്. ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ഇനിയും ഇവർ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഒന്ന് ലാൻഡ് ചെയ്ത് അഡ്വാൻസ് ചെയ്ത് മൂവ് ചെയ്യുക എന്നുള്ളത്. അതിനകത്ത് കാഷ്വാലിറ്റി വളരെയധികം കൂടുതലായിരിക്കും. ബിക്കോസ് ട്രംപ് ഹാസ് ടു റിസീവ് ഹൺഡ്രഡ്സ് ഓഫ് കൊഫിൻസ്, ഒരു സംശയവുമില്ല. അപ്പോൾ ഇന്റേണൽ പ്രോബ്ലം യു.എസില്. അപ്പൊ ഇത് എന്ത് തന്നെയാണെങ്കിലും യുദ്ധം നീണ്ടുപോയാലും ഇമ്മീഡിയറ്റ് ആയിട്ട് നിന്നാൽ പോലും, ഫോർ എക്സാമ്പിൾ ഒരു 2 ദിവസത്തേക്കകമായിട്ട് അങ്ങ് നിൽക്കുന്നു എന്ന് വിചാരിക്കുക, അപ്പോഴും നമ്മളുടെ, അതായത് ലോകം നേരിടുന്ന ആ ഒരു പ്രശ്നം സ്റ്റെബിലൈസ് ആകണമെങ്കിൽ ഇറ്റ് ടേക്സ് ടൈം. അതിനകത്ത് യാതൊരു സംശയവുമില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു രീതിയിൽ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ പറയുന്നു, നമ്മളൊന്നും പാനിക്കാവണ്ട. വി ഹാവ് ടു ബി, പാനിക്കല്ല ഞാൻ പറഞ്ഞത്, വി ഹാവ് ടു ബി പ്രിപ്പയർഡ്. വേഴ്സ്റ്റ് വി ഹാവ് ടു ഫേസ് ദ വേഴ്സ്റ്റ്. ശരിയാണ്, അതാണ്. പക്ഷേ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്ത്യയിലെ ഇറാൻ അംബാസഡറുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത്, ഇന്ത്യ ഇറാന്റെ വിശ്വസ്ത പങ്കാളിയാണ്, ഇന്ത്യയുടെ കപ്പലുകൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരില്ല, ഇന്ത്യ സുഹൃത്താണ്, 1-2 മണിക്കൂറിനുള്ളിൽ അത് മനസ്സിലാകും, ഇറാനും ഇന്ത്യയും പൊതുവായ താല്പര്യങ്ങൾ പങ്കുവെക്കുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇത് ഇറാന്റെ പ്രതികരണമാണ്. തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഇറാൻ സ്ഥാനപതി പറഞ്ഞല്ലേ മഞ്ജുഷ? ഇന്ത്യയിലെ ഇറാൻ സ്ഥാനപതി, അതെ, ഇന്ത്യയിലെ ഇറാൻ അംബാസഡർ. ഇറാൻ ഭരണകൂടം അല്ലല്ലോ. അല്ലല്ല, ഇറാൻ അംബാസഡറാണ് പറഞ്ഞത്, ഇറാൻ അംബാസഡർ. ഇതിനകത്ത് മഞ്ജുഷ കൂട്ടി വായിക്കേണ്ടത്, നമ്മളുടെ ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡ്, ഒരു സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റിക് വിക്ടറി എന്ന് പറയുന്നത് കാര്യം, ആദ്യം എടുത്ത സ്റ്റാൻഡിൽ നമ്മൾ വളരെയധികം പുറകോട്ട് മാറി. ഇതിനകത്ത് വേറെ ഒരു കാര്യം കൂടിയുണ്ട്. കാര്യം, റഷ്യയിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്ത് എണ്ണ വാങ്ങണം എന്നുള്ള ഒരു സ്റ്റേജിലോട്ട് നമ്മൾ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ട്രംപിന്റെ ആ ഒരു പോളിസിയിൽ എങ്ങനെ അത് ഇമ്പാക്ട് വരും എന്നറിയില്ല. പക്ഷേ ഗവൺമെന്റ് ഈസ് ഇൻ ഫേവർ ഓഫ് ആ ഒരു ആംഗിളിൽ മാത്രം ഗവൺമെന്റ് തീരുമാനിച്ച് റഷ്യയെ പിണക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ ഇക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്യാൻ റഷ്യൻ ഓയിൽ ഇറക്കണം എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. രണ്ടാമത് വളരെ സ്പഷ്ടമായിട്ട് തന്നെ നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട്, നമ്മൾ ഇറാനുമായിട്ട് എതിരല്ല ഒരു കാര്യം. റഷ്യൻ ഓയിൽ വേണ്ട എന്ന് ഇന്ത്യ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. അമേരിക്ക ഇങ്ങനെ പറയുന്നുണ്ടാവും റഷ്യൻ എണ്ണ വാങ്ങരുത് എന്ന്, പക്ഷെ ആ സമയത്തൊന്നും ഇന്ത്യ ആ നിലപാട് എടുത്തിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ എണ്ണക്ഷാമം കണ്ടുവരാത്തത്. പാചകവാതക ക്ഷാമം ഉള്ളപ്പോഴും എണ്ണക്ഷാമം വന്നിട്ടില്ല. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിനകത്തുള്ള കണ്ടീഷനാണ് യു ഹാവ് ടു സ്റ്റോപ്പ്. അപ്പൊ ആ കണ്ടീഷനിൽ നിന്ന് നമുക്ക് പുറകോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ അത് പേപ്പറിൽ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയിട്ടില്ല, കുറച്ചിട്ടുണ്ട്. ശരി, ശ്രീ സജിമോൻ ആന്റണി, ഇതിൽ മറ്റൊരു കാര്യം ഇപ്പോൾ നേരത്തെ ചർച്ച ചെയ്ത് വന്ന ആ വിഷയമാണ്. അടുത്ത ഘട്ടത്തിൽ അമേരിക്ക ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും. അങ്ങനെ ഒരു മണ്ടത്തരത്തിലേക്ക് അമേരിക്ക പോകുമോ?
മഞ്ജുഷേ, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇതുവരെ പറഞ്ഞ പാനലിസ്റ്റിനോട് ചിലരോട് എനിക്ക് വിയോജിക്കേണ്ടിയിരിക്കുന്നു. നത്തിങ് പേഴ്സണൽ അബൌട്ട് ഇറ്റ്. ഓക്കെ, ആദ്യം വിയോജിക്കേണ്ടത് മീഡിയയോടാണ്. കാരണം ഇവിടെ ഈ യുദ്ധത്തിലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പരിഭ്രാന്തി പരത്തിയത് സോഷ്യൽ മീഡിയയാണ്. അതിനകത്ത് ഓടിക്കോ അത് 2 മണിക്കൂർ കൊണ്ട് ലോകം അവസാനിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ക്യാപ്ഷനകത്ത് ഭയങ്കരമായിട്ട് പരിഭ്രാന്തി പരത്തിയത് മീഡിയ ആണ് എന്നുള്ളത് ആദ്യം തന്നെ പറയട്ടെ ഞാൻ. രണ്ടാമത് എനിക്ക് ശവപ്രസാദ് പറഞ്ഞതിനോട് വിയോജിക്കണം. കാരണം ഈ LPGയുടെ ക്ലാസ് എടുക്കുന്നതിനോടൊപ്പം ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് ഓരോ രാജ്യങ്ങൾക്കും ഇത് റിസർവ് ചെയ്യാനുള്ള റൈറ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കണം. അത് ഇന്ത്യക്ക് 20 ദിവസമാണെങ്കിൽ ചൈനയ്ക്കും ജപ്പാനും അമേരിക്കയ്ക്കും ഒക്കെ 2 മാസം 3 മാസം ഉള്ളത് അതൊരു ഫാക്ട് ആണ്. ഇനി അത് ഇല്ല എങ്കിൽ അത് രണ്ടാമത്തേത് അതിന് ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത് ഇല്ലെങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ കറണ്ട് ഗവൺമെന്റ് ആ ഒരു ലൈനിലേക്ക് ചില സ്ട്രാറ്റജികൾ ഡെവലപ്പ് ചെയ്ത് സ്റ്റോറേജിന്റെ ഫെസിലിറ്റി കൂട്ടാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളത് ശ്ലാഘനീയമാണ്. മൂന്നാമത്തെ പറയാനുള്ളത് ഈ 2 ഷിപ്പ് വന്നു എന്ന് നമ്മൾ പറയുന്നു. 28 ഷിപ്പ് അവിടെ ബ്ലോക്കായി കിടക്കുമ്പോൾ 2 എണ്ണം വന്നു എന്ന് കരുതുക, ഞാൻ ഹൈപ്പോത്തറ്റിക്കലി. അപ്പൊ നമ്മൾ അതിന്റെ പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ ഒരു ഇന്ധനക്ഷാമം അല്ലെങ്കിൽ ഒരു LPG ക്രൈസിസ് അവിടെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ദർ ഈസ് എ ക്രൈസിസ്. അതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല. ദോസ് ആർ ദ മാത്തമാറ്റിക്കൽ നമ്പേഴ്സ്. 28 എണ്ണം ബ്ലോക്കായി കിടക്കുമ്പോൾ 2 എണ്ണം വരുന്നത് ആശ്വാസജനകമാണ്. എന്നാൽ ഇസ് ഇറ്റ് ഇനഫ്? നോ. മാത്തമാറ്റിക്സ് അറിയാവുന്ന 6 വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോളൂ, സിമ്പിൾ ആയിട്ട് ABCD പഠിക്കുന്ന ആൾക്കാർ. അപ്പൊ ആ ഒരു കാര്യത്തിൽ എനിക്ക് വിയോജിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമതുള്ളത് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഒരു പരിഭ്രാന്തിയെക്കാളും കൂടുതൽ പരിഭ്രാന്തി വേണമെന്ന് ചോദിച്ചാൽ നമുക്ക് വേണം. എനിക്ക് ഇവിടെ ഇരുന്ന് ഞാൻ നാട്ടിൽ ഇരുന്ന ചില ബന്ധുമിത്രാദികൾ അല്ലെങ്കിൽ ചില ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇതാണ്: സിലിണ്ടറിന്റെ ക്ഷാമം അവിടെ ഉണ്ട്. ചില ചെറുകിട ഹോട്ടലുകളൊക്കെ ഓൾറെഡി അടച്ചു. അപ്പൊ അത് ഇപ്പൊ ഗവൺമെന്റിന്റെ കുഴപ്പമാണ് എന്ന് ഞാൻ പറയത്തില്ല. മേ ബി പ്ലാനിങ്ങിന്റെ ആയിരിക്കും. ഇത് ഒരു ക്രൈസിസ് ആണ്. അത് ക്രൈസിസ് വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് വരും. അതിനകത്ത് നമുക്ക് ആർക്കും ഒഴിവാക്കാൻ പറ്റത്തില്ല. അത് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞിട്ടല്ല ട്രംപ് പോയി അമേരിക്ക പോയി അറ്റാക്ക് ചെയ്തു അല്ലെങ്കിൽ ഈ ഒരു യുദ്ധം വന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഗവൺമെന്റിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് വെൻ വി അസസിങ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വി ഹാവ് എ പ്രോബ്ലം ദെയർ. അവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ പ്രൈസ് കൂടുന്നുണ്ട്. ഗ്യാസിനും പെട്രോളിനും വില കൂടുന്നുണ്ട്. 60-70 സെന്റോളം വില കൂടി. അപ്പൊ അങ്ങനെയുള്ള ഇമ്പാക്ട് ഞങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പം ഇതും റിയാലിറ്റിയാണ്. അപ്പൊ അതിനകത്ത് പൊളിറ്റിക്സ് ഇല്ല. ദീസ് ആർ ഓൾ നമ്പേഴ്സ്. ഇന്ന് ഇത് പറഞ്ഞുകൊണ്ടിട്ട് മഞ്ജുഷിന്റെ ചോദ്യത്തിലേക്ക് വരികയാണ്. ഇപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞ ഒരു എനർജി വാറിനകത്ത് ഇപ്പൊ 2 വേർഡുകളാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്നത് അല്ലെങ്കിൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളത്. ഒന്ന് കാർഗിൽ ഐലൻഡ്, രണ്ടാമത്തേത് സ്ട്രേറ്റ് ഓഫ് ഹോർമുസ്. അപ്പൊ സ്ട്രേറ്റ് ഓഫ് ഹോർമുസും ഒരു ഓപ്പോസിറ്റ് സ്ട്രാറ്റജി എന്നുള്ള രീതിയിലാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഇസ്രായേൽ ഈ ഒരു യുദ്ധത്തിനകത്ത് കാർഗിൽ ഐലൻഡിനെ കയറി പിടിക്കുന്നത്. എന്നാൽ ഏത് ആക്ഷനും എന്താണ് ന്യൂട്ടന്റെ ലോ പറഞ്ഞു കൊടുക്കുക, ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കൊടുക്കുക തന്നെ ഈ ഒരു സ്ട്രാറ്റജിക്കും ഒരു ഓപ്പോസിറ്റ് ഈക്വൽ റിയാക്ഷൻ വന്നേക്കാം. അതാണ് മഞ്ജുഷ പറഞ്ഞത്. ഇറാന് അങ്ങനെ ഒരു കേപ്പബിലിറ്റി വെച്ച് അമേരിക്കൻ അസറ്റ്സ് അല്ലെങ്കിൽ പെട്രോളിയം അസറ്റ്സുകൾ എവിടെയൊക്കെ ഉണ്ടോ അതിനെയൊക്കെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇതിനും വലിയൊരു ഗുരുതരമായ ഒരു സിറ്റുവേഷനിലേക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കുമ്പം അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് വരാനുള്ള പോസിബിലിറ്റി കുറവാണ്. കാരണം ഈ ഒരു സബ്ജക്റ്റിനകത്ത് എനിക്ക് ബ്രിഗേഡിയർ സാറിനോട് വിയോജിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇറാൻ യുദ്ധം ജയിച്ചിട്ടില്ല. ഇറാൻ ഡെസിമേറ്റഡ് ആയി. വേറെ യുദ്ധം കറക്റ്റ് ആണ് റോങ് ആണെന്നല്ല നമ്മൾ തർക്കിക്കുന്നത്. ആരാണ് എവിടെയാണ് നിൽക്കുന്നത് നമ്മൾ ചിന്തിക്കുകയാണ് ഇപ്പം. പക്ഷെ അത് അമേരിക്ക ജയിച്ചു എന്ന് ട്രംപ് ഇടയ്ക്കിടയ്ക്ക് പറയുകയാണല്ലോ. അമേരിക്ക ജയിച്ചു എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നു. യുദ്ധം ഞങ്ങൾ തീർക്കുന്നു എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യുന്നു. അല്ല, തീർച്ചയായിട്ടും അതെ. അതിനകത്ത് പറയുന്നത് മാത്രമേ എന്താണ് ഫാക്ട്. ഒരു രാത്രി കൊണ്ട് 50-ലധികം ലീഡേഴ്സിനെ ഒറ്റയടിക്ക് കളയുന്നത് ഒന്ന്. രണ്ടാമത്തേത് ഇറാന്റെ എയർ ഡിഫൻസ് കംപ്ലീറ്റ്ലി നാമാവശേഷമായി പോകുന്നത്. അവിടെ ആർക്ക് വേണമെങ്കിലും കൊണ്ട് ഒരു ചെറിയ ബോംബോ വലിയ ബോംബോ കൊണ്ട് ഇടാവുന്ന സിറ്റുവേഷനിലേക്ക് വന്നിരിക്കുന്നു. നേവൽ കപ്പാസിറ്റി 80-90 അധികം നേവൽ കപ്പാസിറ്റി ഷിപ്പുകൾ ഡിസ്ട്രോയ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇറാൻ അല്ല ജയിച്ചിരിക്കുന്നത്. യുദ്ധം എന്ന് പറയുന്നത് വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ് ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ആരാ ജയിച്ചിരിക്കുന്നത് നിഷ്പക്ഷമായിട്ട് പറയുകയാണെങ്കിൽ അമേരിക്ക ഇസ്രായേൽ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇടവിട്ട് ആക്രമണം നടത്തുകയും ചെയ്യുന്നുണ്ട് ഇറാൻ. മനുഷ്യ. എന്നാൽ ഈ യുദ്ധം ഇത് കരയിലേക്ക് വരികയാണെങ്കിൽ വേറൊരു സിനറി ആയേക്കാം എന്ന് നമുക്ക് ആയേക്കാം. അതിനകത്ത് ആര് ജയിക്കും തോക്കും എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയുള്ള ചില ഫാക്ടുകൾ ഒന്നും കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും അമേരിക്ക ഈ പറഞ്ഞ ക്രൗൺ ജുവലായി ഇറാന്റെ കവർ ജുവലായി കാർഗിൽ അറ്റാക്ക് ചെയ്യുന്ന ഒരു സിനറിയോ വരികയും അതിന് കൗണ്ടറായിട്ട് അറ്റാക്ക് ചെയ്യണമെന്ന് ഇറാന് ആഗ്രഹമുണ്ടെങ്കിലും അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയൊരു സംശയമുണ്ട് എന്നാണ് എനിക്ക്. അവർ ഓൾ ഔട്ട് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ സജിമോൻ. ഒന്നും നോക്കാതെ
അവരുടെ കയ്യിലുള്ള ഇപ്പോഴത്തെ ശേഷി വെച്ച് അവരെന്തും ചെയ്യുകയാണ്. അതാണ് പ്രശ്നം. മഞ്ജുഷ, ശരിയാണ്. 1000 എണ്ണം ഇവിടെ നിന്ന് വരുമ്പോൾ 1-2 എണ്ണം അങ്ങോട്ട് പോകുന്നത്. അവരിപ്പം ഒരു രാത്രിയിൽ അല്ലെ ഏത് ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും 100-200 മിസൈലുകൾ അവിടെ ഇവിടെ അവർ ചെയ്യുന്നുണ്ട്. അത് ലോകത്തിന് ആകമാനം പ്രശ്നമാവുകയാണല്ലോ. കാരണം ഈ എണ്ണ വിപണിയെയാണ് ഇത് മുഴുവനും ബാധിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം ഈ സക്സസ് റേറ്റ് ആയിരിക്കും ഇനി എണ്ണപ്പാട ശേഖരങ്ങളിലേക്ക് ഇറാൻ ഇവിടുന്ന് മിസൈൽ വിട്ട് കഴിഞ്ഞാലും അതിന്റെ സക്സസ് റേറ്റ് ഈ പറഞ്ഞ 1% 2%. എന്താണ് വിയോജിപ്പുള്ളത്? Yeah, Mr. Sajimon, I think I can understand because you are sitting there at US and because of that, you think like that only. There's no problem into it. But what I mean to say, you just forget about the Ukraine. റഷ്യ ആദ്യം വിചാരിച്ചു നേരെ അവിടെ ചെന്നിട്ട് ബോംബാർഡ്മെന്റ് നടത്തിയാൽ പെട്ടെന്ന് തന്നെ അവർ റിബലായിട്ട് അവരെ അംഗീകരിച്ചുകൊണ്ട് യുക്രൈൻ കീഴടക്കാമെന്ന് 2022 തുടങ്ങിയതാ ഇവിടെ വേർ വി ആർ സ്റ്റാൻഡിങ്. അതുപോലെ തന്നെ എക്സാക്ട്ലി US പ്ലാൻ ചെയ്തു ഇസ്രയേലും കൂടി ഇറാനിലോട്ട് ചെന്ന് ലീഡേഴ്സിനെ ടോപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ആൾക്കാരെല്ലാവരും കൂടി ഒന്നിച്ചു വന്ന് റെജീം ചേഞ്ച് ചെയ്ത് സക്സസ് ആക്കാമെന്നായിരുന്നു യുഎസ്എയുടെ പ്ലാൻ. ദാറ്റ് പ്ലാൻ ഹാസ് ടോട്ടലി ഗോൺ. Then who is the failure? The US failed. Then who attacked the aggressor? The US and Israel. Will they succeeded? No. Then who is the winner? Iran. Then again they are inviting openly, saying that come on, if you got guts, nerve, come on land warfare, come directly. US is not ready. Then who is the winner? Iran. But US always got a comparison between Iraq and Iran. I'm always keep on saying Iraq alla Iran. Iraq എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ലാൻഡാണ്. ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിയലി ഡിഫിക്കൽട്ട്. ഗോഡ് ഗിഫ്റ്റഡ് ലാൻഡ്. അവിടെ സ്ട്രാറ്റജി അങ്ങനെയാണ്. അവരുടെ എല്ലാവിധ ആയുധങ്ങളും എല്ലാം വളരെ സേഫ് ആയിട്ട് ഹൈഡ് ഔട്ടുകളിലാണ്. അതിന്റെ ഒരു ടാക്ടിക്കൽ ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് ഓൾവേസ് അവർക്കുണ്ട്. പിന്നെ രണ്ടാമത് ഒറ്റ കാര്യം കൂടി ഉണ്ട്. വാട്ട് യു സെഡ് earlier was exactly right. ഈ വാർ വിതൗട്ട് ദ പെർമിഷൻ കൺസെന്റ് ഓഫ് US കോൺഗ്രസ്, ഇന്റർനാഷണൽ ലോ അനുസരിച്ചിട്ടുള്ള യുദ്ധമല്ല ഇത്. ഇതൊരു ടോട്ടൽ വൺ സൈഡഡ് എന്ന് പറഞ്ഞ ഒരു അഗ്രൈസർ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഇൻഹ്യൂമൻ വേ ഓഫ് attacking a country and tarnishing it. It is the policy of the US. What? വീക്ക് ആയിട്ടുള്ള കൺട്രിയെ ശരിക്കും സപ്രസ് ചെയ്യുക, ആ രീതിയിൽ അറ്റാക്ക് ചെയ്യുക, അതിനൊരു പോളിസി ഇല്ലായിരുന്നു. അപ്പോൾ again you say, I'll say that Iran the winner, US is gone back. ശരി സജിമോൻ ഈ വാർ കണ്ടിന്യൂ ചെയ്താൽ again ഹോർമസ് ഒന്നും അവർക്ക് കിട്ടില്ല ഒരു കാരണവശാലും. ഹോർമസിൽ കൂടി ഒരു എസ്കോർട്ട് ചെയ്ത ഒരു ഷിപ്പ് അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല യുഎസിന്. കാരണം അതുപോലെയുള്ള സിസ്റ്റമാണ്. China is there. China is the main player there. China is indirectly or directly supporting, and they are utilizing the satellite support of China, satellite support of even Russia. One more thing. ശരി സജിമോൻ പറയട്ടെ. സജിമോൻ എയർക്രാഫ്റ്റ് കാരിയർ with all due respect, അദ്ദേഹം പറഞ്ഞ certain പോയിന്റിലേക്ക് ഞാൻ യോജിക്കുന്നു, certain പോയിന്റിലേക്ക് സ്റ്റിൽ ഐ ഡിസഗ്രി. കാര്യം ഇതാണ്, റഷ്യയും യുക്രൈനിലുള്ള യുദ്ധം താങ്കൾ പറഞ്ഞ പോയിന്റ് തീർച്ചയായിട്ടും കറക്റ്റ് ആണ്. ഇറാഖ് യുദ്ധം, അഫ്ഗാനിസ്ഥാൻ യുദ്ധം താങ്കൾ പറഞ്ഞ കറക്റ്റ് ആണ്. ഐ ഹാവ് നോ ഡിസഗ്രിമെന്റ് ദാറ്റ്. ബട്ട് ആസ് വി സ്പീക്ക് നൗ, who is winning the war? America and Israel is winning the war. Whether war is correct or not, whether I agree or you agree, that's a different thing. Who is winning as we speak is American and Israel, and through സംശയമില്ല. ഒന്ന്, നമ്പർ 1. ഇനി ഇതിനെ ഡ്രാഗ് ചെയ്ത് മുന്നിലേക്ക് പോകുമ്പോൾ കരയുദ്ധത്തിലേക്ക് വന്നാൽ who is going to win it? That's a separate question and such a separate answer. അവിടെയാണ് എനിക്ക് താങ്കളോട് ഉള്ള ഒരു ഡിസഗ്രിമെന്റ് ഉള്ളത്. ഇനി ഒന്നാമത് അതോട് പറയുമ്പോൾ ചെയ്യുന്നതാണ് സക്സസ് ഓഫ് വാർ എന്ന് പറയുന്നത്. ഇറാന്റെ ലീഡർഷിപ്പിനെ ഡെസിമേറ്റ് ചെയ്തു. Brigadier sir, let me complete and you respond me. Yeah, please. Okay. So മൂന്ന് ഒബ്ജക്റ്റീവ് ഉണ്ട്. ഒന്ന്, ഇറാന്റെ ലീഡർഷിപ്പിനെ ഡിക്കാപ്പിറ്റേറ്റ് ചെയ്യുക. അത് ഓൾറെഡി ചെയ്തു അമേരിക്ക, ഇസ്രായേൽ, റൈറ്റ്. രണ്ടാമത്തേത് അവരുടെ ഈ പറഞ്ഞ മിസൈലുകൾ കാര്യങ്ങൾ നശിപ്പിക്കുന്നത്, അതും അച്ചീവ് ചെയ്തു.
മൂന്നാമത്തേത്, ഈ ക്രൈസിസ് എനർജിയുടെ വന്നാലും അമേരിക്കയെ ഡയറക്റ്റ് എന്തുമാത്രം ബാധിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10% പോലും ബാധിക്കുന്നില്ല. നമ്മൾ ഇന്ത്യയെ 100%, 90% ബാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാകിസ്ഥാനെ അല്ലെങ്കിൽ ചൈനയെ ബാധിക്കുന്നുണ്ടെങ്കിൽ, കാരണം അമേരിക്ക അവിടെ നിന്നുള്ള ഒരു എനർജിയെ ഡിപ്പെൻഡ് അല്ല എന്നുള്ള ഒരു ഫാക്ട് ആണ്. എന്നാൽ പ്രൈസ് റൈസ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇമ്പാക്ട് അമേരിക്കയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് യെസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഡിഫറൻസ് ഓഫ് തിങ്സ് ഉണ്ട്. പിന്നെ അമേരിക്കയുടെ ഒരു വാറിന്റെ ഒരു സ്ട്രാറ്റജി എനിക്ക് തോന്നുന്നില്ല ഇവർ അവിടെ ലോങ് ടൈം നിന്ന് 3 മാസം അല്ലെങ്കിൽ ഒരു അടുത്ത അഫ്ഗാനിസ്ഥാൻ അല്ല അടുത്ത ഇറാഖ് ആയിട്ട് ഇതിനെ മാറ്റണം എന്നുള്ള ഒരു താല്പര്യത്തിലല്ല അമേരിക്കയുടെ വന്നിരിക്കുന്നത്. ഇനി ഇത് ഇറാന് നമ്മൾ ഒരു പരിധി വരുമ്പോൾ ഇന്ത്യയുമായിട്ട് പറയുമ്പോൾ ഓക്കെ നല്ല രാജ്യമാണെന്നൊക്കെ നമുക്ക് പറഞ്ഞാൽ പോലും ഒരു ഫാക്ട് ഉണ്ട്. കഴിഞ്ഞ 200 വർഷമായിട്ട് ഇറാൻ ഒരിക്കലും ആരെയും പോയി ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്തിട്ടില്ല, ഒരു ഫാക്ട് ആണ്. എന്നാൽ അവർ ഡയറക്റ്റ് ആയിട്ടില്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ഹൂതീസിന്, ഹമാസിന്, പോക്സികളെ വെച്ചുള്ള അറ്റാക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, ശ്രീ ഷാഹുൽ പ്രസാദ്, താങ്കൾ ഏത് നിലപാടിനൊപ്പമാണ്? സജിമോന്റെ കൂടെയാണോ അതോ ശ്രീ മോഹനപിള്ള പറഞ്ഞ കാര്യത്തോടാണോ യോജിക്കുന്നത്? ഷാബു. ഹലോ, ഇവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ സജിമോൻ പറഞ്ഞതിനോടാണ് ഞാൻ കൂടുതൽ യോജിക്കുന്നത്. കാരണം എന്താ പറഞ്ഞാല് അൾട്ടിമേറ്റ്ലി ഇപ്പൊ നമ്മൾ യുദ്ധം തുടങ്ങിയ സമയത്ത് 12 ദിവസം മുമ്പ് ഇറാൻ ലോഞ്ച് ചെയ്തിരുന്ന മിസൈലുകളുടെ എണ്ണം, അവരുടെ ഡ്രോൺ അറ്റാക്കുകളുടെ എണ്ണം ഏതാണ്ട് 90% കുറഞ്ഞു. ഇപ്പൊ എന്തുകൊണ്ടാണ്? ഒന്ന്, അവരുടെ സ്റ്റോക്ക് പൈല് കുറയുന്നു. 2, അവരുടെ ഈ ആമിനേഷൻ സെന്ററുകളെ, ഇവരുടെ ഭൂഗർഭ ഈ ഇൻഫ്രാസ്ട്രക്ചർ തകർക്കുന്നു. ഈ 2 കാരണം കൊണ്ടാണ് ഇറാന്റെ ആ ആയുധശേഷി കുറഞ്ഞത്, ആക്രമണശേഷി കുറഞ്ഞത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ടോപ്പോഗ്രഫി ഉണ്ട്. ഇറാന്റെ ജോഗ്രഫി വളരെ ഹില്ലി ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഹൈറ്റ്സിലൊക്കെ ഇപ്പോഴും ഇറാൻ ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഹോർമസ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത്. അൾട്ടിമേറ്റ്ലി ഇപ്പോൾ മോഹനപിള്ള സാർ പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു പക്ഷെ പ്രതീക്ഷിച്ചിരിക്കും. കാര്യം ഈ എയർ അറ്റാക്കിൽ കൂടെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ തകർത്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായി റെജീം ചേഞ്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന ഒരു കണക്ക് കൂട്ടൽ തീർച്ചയായിട്ടും ഇവർക്കുണ്ടാകും. ആ കണക്ക് കൂട്ടലുകൾ ചിലപ്പോൾ പിഴച്ചിട്ടും ഉണ്ടാകും. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ അമേരിക്കൻസ് ഇവരെ അയച്ചിരിക്കുന്നു, മറൈൻസിനെ അയച്ചിരിക്കുന്നു, അവർ കരയുദ്ധം ചെയ്യാൻ പോകുന്നു എന്ന ഒരു സൂചനകൾ ഇപ്പോൾ വരുന്നത്. കരയുദ്ധം ഇല്ലാതെ തന്നെ അവിടെ ഒരു റെജീം ചേഞ്ച് സാധ്യമാകും എന്ന ഇവരുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിയിട്ടുണ്ടാകും. അതിന് സാധ്യത. ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി ശ്രീ ഷാബു പ്രസാദ്, ശ്രീ സജിമോൻ ആന്റണി, ശ്രീ മോഹനപിള്ള, ശ്രീ സിബി സത്രി. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: LPG ക്ഷാമം ഒഴിവാക്കാൻ കേന്ദ്രം നടപടി എടുക്കുന്നുണ്ടോ? ഉണ്ടെന്ന് 55% പ്രേക്ഷകർ, ഇല്ല എന്ന് 42%. വേണ്ടിപ്പറ്റി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.